الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين أما بعد. ഏറെ ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഇഷ്ടം ഒരാൾക്ക് ലഭിക്കാൻ അയാൾ എന്താണ് ചെയ്യേണ്ടത് എന്ന ചോദ്യത്തിൻ്റെ ഉത്തരമായി മഹാന്മാരായ പണ്ഡിതന്മാർ ഗ്രന്ഥരചനകൾ വരെ നടത്തിയിട്ടുണ്ട്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ മദാരിജുസ് സാലിക്കീൻ എന്ന് പറയുന്ന ബൃഹത്തായ ഗ്രന്ഥത്തിൽ ഇതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ വളരെ മനോഹരമായി ചർച്ച ചെയ്തിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ മുഖ്ലിസീങ്ങളായ ഇഖ്ലാസുള്ള അവൻ്റെ അടിമകളെക്കുറിച്ച് പുകഴ്ത്തി പറഞ്ഞത് യുഹിബ്ബുഹും വയുഹിബ്ബൂന, അള്ളാഹു അവരെ ഇഷ്ടപ്പെടുന്നു, അവർ അള്ളാഹുവിനെയും ഇഷ്ടപ്പെടുന്നു എന്നുള്ളതാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഇഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ അതിനേക്കാളും നമുക്ക് ലഭിക്കാനുള്ള ഒരു നിഅമത്ത് വേറെയില്ല. കാരണം അള്ളാഹു ഒരടിമയെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അള്ളാഹു അവന് കാര്യങ്ങളെല്ലാം എളുപ്പമാക്കി കൊടുക്കുന്നതായിരിക്കും. എന്ത് ഞെരുക്കമുണ്ടെങ്കിലും റബ്ബ് സുബ്ഹാനഹു വ തആല അവൻ എളുപ്പമാക്കി നൽകും. അള്ളാഹുവിനനുസരിക്കാനും അള്ളാഹു വിലക്കിയതിൽ നിന്ന് വിട്ടുനിൽക്കാനും ഒക്കെ റബ്ബ് സുബ്ഹാനഹു വ തആല അള്ളാഹുവിൻ്റെ ഇഷ്ടം ലഭിച്ച ആളുകൾക്ക് തൗഫീഖ് കൊടുക്കുന്നതാണ്. സ്വഹീഹായ ഇമാം മുസ്ലിം റിവായത്ത് ചെയ്ത ഒരു ഹദീസിൽ കാണാം, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നല്ലാഹ ഇദാ അഹബ്ബ അബ്ദൻ ദഅ ജിബ്രീല ഫഖാൽ ഇന്നി ഉഹിബ്ബു ഫുലാനൻ ഫഅഹിബ്ബഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയിൽ ഒരു മനുഷ്യനെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ആകാശ ലോകത്ത് വെച്ച് ജിബ്രീലിനെ വിളിച്ചുകൊണ്ട് പറയും, ഇന്നി ഉഹിബ്ബു ഫുലാനൻ ഫഅഹിബ്ബഹ്, ഇന്ന വ്യക്തിയെ ഞാൻ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, അതുകൊണ്ട് നീയും അവനെ ഇഷ്ടപ്പെടണം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുമെന്നാണ്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, ഖാല ഫയുഹിബ്ബുഹു ജിബ്രീൽ, ജിബ്രീൽ അങ്ങനെ ഇഷ്ടപ്പെടും. സുമ്മ യുനാദി ഫിസ് സമാ, ആകാശ ലോകത്ത് പിന്നീട് ജിബ്രീൽ വിളിച്ചു പറയും, ഇന്നല്ലാഹ യുഹിബ്ബു ഫുലാനൻ ഫഅഹിബ്ബൂഹു, ഇതാ ഇന്ന വ്യക്തിയെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങളെല്ലാവരും അവനെ ഇഷ്ടപ്പെടേണ്ടതുണ്ട്. ഫയുഹിബ്ബുഹു അഹ്ലുസ് സമാ, ആകാശ ലോകത്തുള്ള മുഴുവൻ മനുഷ്യരും അങ്ങനെ അയാളെ ഇഷ്ടപ്പെടുകയാണ്. ഖാല സുമ്മ യൂദഉ ലഹുൽ ഖബൂലു ഫിൽ അർദ്, അങ്ങനെ ഭൂമിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന് ഒരു ഖബൂൽ നൽകുന്നതാണ്. ആളുകൾക്കിടയിൽ ഒരു സ്വീകാര്യത റബ്ബ് സുബ്ഹാനഹു വ തആല നൽകും. വഇദാ അബ്ഗള അബ്ദൻ ദഅ ജിബ്രീൽ ഫയഖൂൽ, ഇതേപോലെ തന്നെ സഹോദരങ്ങളെ, അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് ഒരു അടിമയെ വെറുത്താൽ ജിബ്രീലിനെ വിളിച്ചു പറയും, ഇന്നി ഉബ്ഗിളു ഫുലാനൻ ഫഅഖ്ബിൽഹു, ഞാനിതാ ഇന്ന വ്യക്തിയെ വെറുത്തിട്ടുണ്ട്, നീയും അവനെ വെറുക്കേണ്ടതുണ്ട് എന്ന് പറയും. ഖാല ഫയുബ്ഗിളുഹു ജിബ്രീൽ, അങ്ങനെ ജിബ്രീൽ അയാളെ വെറുക്കാൻ തുടങ്ങും. സുമ്മ യുനാദി ഫി അഹ്ലി സമാഇ ഇന്നല്ലാഹ യുബ്ഗിളു ഫുലാനൻ ഫഅഖ്ബിളൂഹു, അങ്ങനെ ആകാശ ലോകത്ത് വിളിച്ചു പറയും, അള്ളാഹു ഇന്ന വ്യക്തിയെ വെറുത്തിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങളെല്ലാം അവനെ വെറുക്കേണ്ടതുണ്ട് എന്ന് പറയും. ഫയുബ്ഗിളൂന, ആകാശ ലോകം മുഴുവനും ഇയാളെ വെറുക്കും. സുമ്മ തൂദഉ ലഹുൽ ബഗ്ളാഉ ഫിൽ അർദ്, പിന്നീട് ഇയാൾക്ക് ഭൂമിയിൽ ആളുകൾ വെറുക്കുന്ന ഒരു മനുഷ്യനായി തീരും. സഹോദരങ്ങളെ, ഇത് ചിന്തിച്ചു നോക്കൂ. ഈ ഹദീസ് യഥാർത്ഥത്തിൽ നമ്മൾ ചിന്തിച്ചു നോക്കിയാൽ നമുക്ക് അനുഭവിച്ചറിയാൻ സാധിക്കുന്ന കാര്യമാണ്. നമ്മൾ ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്ത അമ്പിയാക്കളെയും മുർസലീങ്ങളെയും അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബികളെയും എല്ലാം യഥാർത്ഥത്തിൽ നമ്മൾ ഇഷ്ടപ്പെടുന്നത് എങ്ങനെയാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കൊരു ഖബൂൽ നൽകിയിട്ടുണ്ട്. അവർക്ക് അവരോടൊരു ഇടപാട് നടത്താതെ, അവരെ കാണാതെ തന്നെ അവരോട് നമുക്ക് ഇഷ്ടം റബ്ബ് സുബ്ഹാനഹു വ തആല നൽകിയിട്ടുണ്ട്. ഈമാനുള്ള ആളുകൾക്കെല്ലാം തന്നെ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ ഇത്തരം ഔലിയാക്കളെ, അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാർ, അടുപ്പക്കാർ ഇഷ്ടപ്പെടാനുള്ള ഒരു മാനസികാവസ്ഥ റബ്ബ് സുബ്ഹാനഹു വ തആല നൽകിയിട്ടുണ്ട്. എന്നേരെ തിരിച്ചിപ്പുറത്തേക്ക് ചിന്തിച്ചു നോക്കൂ.
നമ്മളോടൊരു അക്രമവും ചെയ്യാത്തതായ, നമ്മളൊരു നിലക്കും പ്രയാസപ്പെടുത്താത്തതായ ഒരുപാട് ആളുകളുടെ പേരുകൾ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് അവരോട് വെറുപ്പാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് വെറുപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഫിർഔനിന്റെ പേര് കേൾക്കുമ്പോൾ വെറുക്കാത്തവരില്ല, ലോകം മുഴുവൻ വെറുക്കുന്നതായിരിക്കും. അബൂ ലഹബിന്റെയും അബൂ ജഹലിന്റെയും ഒക്കെ പേര് കേൾക്കുമ്പോൾ നമുക്കെന്തെന്നില്ലാത്ത വെറുപ്പ് അവരോടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തിനെയും പ്രയാസപ്പെടുത്താൻ ഒരുമ്പെട്ട മുശ്രിക്കുകളുടെ പേരുകൾ ഓരോന്ന് കേൾക്കുമ്പോഴും നമുക്ക് അവരോട് വെറുപ്പുണ്ട്. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല ആകാശ ലോകത്ത് ഇവരെ വെറുക്കാനുള്ള കൽപ്പന നൽകിയിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ വെറുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മാലോകർ മുഴുവനും അവർ വെറുക്കുകയാണ് സഹോദരങ്ങളെ. അതുകൊണ്ട് റബ്ബ് സുബ്ഹാനഹു വ തആല ഒരാളെ ഇഷ്ടപ്പെട്ടാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അത് മലക്കുകളെ അറിയിക്കുമെന്നുള്ളത് വലിയ കാര്യമാണ്. അതുകൊണ്ട് നമ്മൾ അള്ളാഹുവിൻ്റെ ഇഷ്ടം ലഭിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ നമ്മൾ പരിശ്രമിക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആലയെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ യാതൊരു ആവശ്യവും റബ്ബിനില്ല. നമ്മൾ അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക്, അള്ളാഹുവിന് ഇങ്ങോട്ട് യാതൊരു ആവശ്യവുമില്ലാത്ത ഗനിയാണ് റബ്ബ് സുബ്ഹാനഹു വ തആല. നമ്മളാണ് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഇഷ്ടം ഇങ്ങോട്ട് ലഭിക്കാൻ ഏറെ ആഗ്രഹിക്കേണ്ടവർ. സൂറത്തുൽ മാഇദയിൽ 54-ാമത്തെ ആയത്തിൽ അല്ലാഹു തആല പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനു, മുഅ്മിനീങ്ങളെ, മൻ യർതദ്ദ മിൻകും അൻ ദീനി, നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ആരാണോ അള്ളാഹുവിന്റെ ദീനിൽ നിന്നും തെറ്റിപ്പോകുന്നത്, ഫസൗഫ യഅതില്ലാഹു ബിഖൗം, അള്ളാഹു പിന്നീട് ഒരു ജനവിഭാഗത്തെ കൊണ്ടുവരും, യുഹിബ്ബുഹും വയുഹിബ്ബൂന, അവരുടെ പ്രത്യേകത അവർ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്നതാണ്, അള്ളാഹു അവരെയും ഇഷ്ടപ്പെടുന്നതാണ്. സഹോദരങ്ങളെ, നമ്മൾ ഭയപ്പെടുത്തേണ്ട ഒരായത്ത് തന്നെയാണ്. നമ്മൾ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനിൽ നന്നായി പരിശ്രമിക്കുന്നു, നമ്മൾ ഒരുപാട് അതിനുവേണ്ടി പ്രയാസപ്പെടുന്നു. ഇതൊന്നും നമ്മൾക്ക് ഒരിക്കലും തോന്നാൻ പാടില്ല. നമ്മളില്ലെങ്കിൽ ഇതൊന്നും ഇവിടെ നടക്കുകയില്ല. നമ്മൾ ഉള്ളത് കൊണ്ടാണ് ഇതൊക്കെ നടക്കുന്നത് എന്നുള്ള ചിന്ത നമുക്കൊരിക്കലും ഉണ്ടാകേണ്ടതില്ല. ഞാനിത് ഇട്ടിട്ട് പോയാൽ, ഞാനിതിൽ നിന്നും പിന്നോട്ടടിച്ചാൽ ഈ ദീൻ ഇല്ലാതായി പോകും എന്നാരും വിചാരിക്കേണ്ടതില്ല. അങ്ങനെ ആരെങ്കിലും ഒക്കെ പോയിട്ടുണ്ടെങ്കിൽ റബ്ബ് സുബ്ഹാനഹു വ തആല മറ്റൊരാളുകളെ കൊണ്ടുവരുമെന്നാണ്. അവർ അള്ളാഹുവിനെ ഇഷ്ടപ്പെടും, അള്ളാഹു അവരെയും ഇഷ്ടപ്പെടുന്നതാണ്. അതുകൊണ്ട് നമ്മെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്ന ആ ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ നമ്മൾ പരിശ്രമിക്കേണ്ടതുണ്ട്. അത് നമ്മുടെ ബാധ്യതയാണ്. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുന്നുണ്ട്, ലൈസൽ അജബു മിൻ മംലൂകിൻ യതദല്ലലു ലില്ലാഹ്, അത്ഭുതം എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ അടിമ അള്ളാഹുവിനോട് വിനയത്തോടുകൂടി പെരുമാറുക എന്നുള്ളതല്ല, വയതഅബ്ബദു ലഹു, അള്ളാഹുവിനെ ആത്മാർത്ഥമായി ഇബാദത്ത് ചെയ്യുക എന്നുള്ളതല്ല, വലാ യമല്ലു മിൻ ഖിദ്മതിഹി മഅഹാജതിഹി വഫഖ്രിഹി ഇലൈഹി, അള്ളാഹുവിന് നൽകേണ്ടതായ ഖിദ്മത്തുകൾ, റബ്ബിന്റെ ദീനിന് വേണ്ട സേവനങ്ങളൊക്കെ ഒരാൾ നിർവഹിക്കുമ്പോൾ അതല്ല യഥാർത്ഥത്തിൽ അത്ഭുതം. കാരണം മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇത് ചെയ്യുമ്പോൾ ഇതിന് പ്രതിഫലം അവന് ലഭിക്കുന്നുണ്ട്. ഇതൊക്കെ ചെയ്യുന്ന സമയത്ത് അവന് വേണ്ടി തന്നെയാണ് ലഭിക്കുന്നത്. നമ്മൾ ആവശ്യക്കാരാണ്. നമ്മൾ ചെയ്യുന്ന സൽക്കർമ്മങ്ങൾ, നമ്മൾ ചെയ്യുന്ന പരിശ്രമങ്ങൾ, ഇത് നമുക്ക് സ്വർഗപ്രവേശനത്തിന് വേണ്ടി ആവശ്യക്കാരാണ് നമ്മൾ. അതേപോലെ തന്നെ നമ്മുടെ പാപങ്ങൾ പുറത്തു കിട്ടാൻ ആവശ്യക്കാരാണ് നമ്മൾ. അതുകൊണ്ട് തന്നെ അടിമകൾ അങ്ങനെ വിനയാന്വിതരായി അള്ളാഹുവിലേക്ക് മടുക്കാതെ ഇബാദത്തുകൾ ചെയ്യുന്നു എന്നുള്ളതൊന്നും അത്ഭുതമുള്ള കാര്യമല്ല. ഇന്നമൽ അജബ്, യഥാർത്ഥത്തിലുള്ള അത്ഭുതം എന്ന് പറയുന്നത് മിൻ മാലിക്കിൻ യതഹബ്ബബു ഇലാ മംലൂകിൻ ബിസുനൂഫി ഇൻആമിഹി യതവദ്ദദു ഇലൈഹി ബിഅൻവാഇ ഇഹ്സാനിഹി മാ ഗിനാഹി അൻഹു. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ കാര്യത്തിലാണ് അത്ഭുതം. അവനിതാ അവന്റെ അടിമകൾക്ക് വ്യത്യസ്ത തരത്തിലുള്ള അനുഗ്രഹങ്ങൾ നൽകിക്കൊണ്ടേയിരിക്കുകയാണ്. അവർക്ക് വേണ്ട രൂപത്തിലുള്ള സുഹൃതങ്ങളെല്ലാം റബ്ബ് സുബ്ഹാനഹു വ തആല ഇങ്ങോട്ട് നൽകിക്കൊണ്ടേയിരിക്കുന്നു. മാ ഗിനാഹു അൻഹു, അള്ളാഹുവിനാണെങ്കിൽ നമ്മളെ യാതൊരു ആവശ്യവുമില്ല. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ കാര്യങ്ങളെല്ലാം നമുക്ക് നൽകുന്നു എന്നുള്ള കാര്യത്തിലാണ് അത്ഭുതം. അതല്ലാതെ നമ്മൾ അങ്ങോട്ട് ഒരുപാട് കഷ്ടപ്പെട്ടു, പ്രയാസപ്പെട്ടു, നമ്മൾ നോമ്പനുഷ്ഠിച്ചു, നമ്മൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിച്ചു, നമ്മൾ നിസ്കരിച്ചു, ഇതൊന്നും അത്ഭുതമില്ല എന്നാണ് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയുന്നത്. എന്നിട്ട് അദ്ദേഹം പറയാൻ, കഫാ ബിക ഇസ്സൻ അന്നക ലഹു അബ്ദു, നിനക്ക് ഇസ്സത്തായിട്ട് പ്രതാപിയാകാൻ നിനക്ക് മതിയാകുന്നതാണ് നീ അവന്റെ അടിമയാണെന്ന് പറയുന്നത്. വകഫാ ബിക ഫഖ്റൻ അന്നഹു ലക റബ്ബു, അതേപോലെ നിനക്ക് ഫഖ്ർ പറയാൻ, പൊങ്ങച്ചം പറയാൻ നിനക്ക് മതിയായതാണ് നിനക്ക് ഇങ്ങനൊരു റബ്ബുണ്ട് എന്നുള്ളത്. ആ റബ്ബിന്റെ അടിമയാകുക എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ നമുക്ക് ഇസ്സത്താണ്. നമ്മൾ അബ്ദുള്ളയാണ്, അള്ളാഹുവിന്റെ അടിമകളാണ് നമ്മൾ ഓരോരുത്തരും. അതിൽ നമുക്ക് അഭിമാനിക്കാൻ സാധിക്കേണ്ടതുണ്ട്. അങ്ങനെ ഒരു റബ്ബ് നമുക്കുണ്ട് എന്ന് പറയുന്നതിൽ
നമുക്ക് ഫഖ്റുണ്ടാകേണ്ടതുണ്ട്. നമുക്ക് വലിയ വായിൽ പറയാൻ പറ്റിയ കാര്യമാണത്. നമ്മൾ ആ റബ്ബിന്റെ അടിമകളാണ്. ചിന്തിച്ചു നോക്കും, നമ്മൾ ഈ ഭൂമിയിലൂടെ നടന്നു പോകുമ്പോൾ ഒരു വേള മുസ്ലിമീങ്ങൾ വളരെ കുറഞ്ഞ സ്ഥലങ്ങളിലൊക്കെ ആളുകൾക്ക് പലപ്പോഴും ഈ ദീനനുസരിച്ച് ജീവിക്കുമ്പോൾ പല അപകർഷതാ ബോധമാണ്. പല രൂപത്തിൽ എല്ലാ നിലക്കും ഇസ്ലാമിന്റെ ശത്രുക്കൾ ചുറ്റി വളർന്ന് ഇസ്ലാമിനെതിരെ പരിഹാസങ്ങളും ആക്ഷേപങ്ങളൊക്കെ ഉന്നയിച്ചു വിടുമ്പോൾ നമ്മളൊന്ന് ചെറുതായി പോകുന്നത് പോലെ ചിലപ്പോൾ നമ്മുടെ മനസ്സിന് ഇടുക്കങ്ങളുണ്ടാകും. ആ സമയത്ത് നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മൾ ആരുടെ അടിമകളാണ്? നമ്മൾ ഏതെങ്കിലും ഒരു കർമ്മം ചെയ്യുന്നത്, നിസ്കരിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ആർക്കാണ് സുജൂദ് ചെയ്യുന്നത്? നമ്മൾ ആരെയാണ് വിളിക്കുന്നത്? ലോകങ്ങളെ പടച്ചിട്ടുള്ള റബ്ബിനെയാണ് നമ്മൾ വിളിക്കുന്നത്. ആ ഇസ്സത്ത് നമുക്കുണ്ടായിരിക്കേണ്ടതുണ്ട്, ആ ഫഖ്ർ നമുക്കുണ്ടായിരിക്കേണ്ടതുണ്ട്. കാരണം നമ്മുടെ റബ്ബ് ഏതെങ്കിലും പ്രാദേശിക ദൈവമല്ല. നമ്മുടെ റബ്ബ് ഏതെങ്കിലുമൊക്കെ ഖബറിന്റെ ഉള്ളിൽ കിടക്കുന്ന ഒരു മഹാനല്ല. നമ്മുടെ റബ്ബ് ഏതെങ്കിലും വിഗ്രഹത്തെ കൊത്തിയുണ്ടാക്കിയ കല്ലല്ല. നമ്മുടെ റബ്ബ് ആകാശഭൂമികളെ പടച്ചിട്ടുള്ള, അതിനെ നിയന്ത്രിക്കുന്ന, അതിനെ പരിപാലിക്കുന്ന റബ്ബാണ്. ആ റബ്ബിന്റെ അടിമകളാണ് നമ്മൾ. നിസ്കാരത്തിൽ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് കൈകെട്ടുന്നുണ്ടെങ്കിൽ ആ റബ്ബിനെയാണ് നമ്മൾ വാഴ്ത്തുന്നത്, ആ റബ്ബിനെയാണ് നമ്മൾ പുകഴ്ത്തുന്നത്. ആ റബ്ബിനോടാണ് നിസ്കാരത്തിൽ മുനാജാത്ത് നടത്തുന്നത്, രഹസ്യ സംഭാഷണം നടത്തുന്നത്. ആ ഫഖ്ർ നമുക്ക് വേണ്ടതുണ്ട് എന്നാണ്. സഹോദരങ്ങളെ, പറഞ്ഞതിന്റെ ചുരുക്കം ഇതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ നമ്മെ ഇഷ്ടപ്പെടുന്നു എന്നുള്ളതിലാണ് കാര്യം. നമ്മൾ അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നു എന്നുള്ളതിലല്ല കാര്യം. അതല്ല കാര്യം. നമ്മളെ റബ്ബ് സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്നു എന്നുള്ള കാര്യം, അതിലേറ്റവും പ്രാധാന്യത്തോടുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം അള്ളാഹു സുബ്ഹാനഹു വ തആല സൂറത്തു ആലു ഇമ്രാനിൽ പറഞ്ഞിട്ടുണ്ട്. ഖുൽ നബിയെ പറയുക, ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ്, നിങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്നു എന്നാണെങ്കിൽ ഫത്തബിഊനി, നിങ്ങൾ എന്നെ പിൻപറ്റേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിങ്ങൾ പിൻപറ്റണം. യുഹ്ബിബുക്കുമുല്ലാഹ്, എങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ആളുകളെയും ഇഷ്ടപ്പെടുന്നതാണ് എന്നാണ്. മുൻഗാമികളിൽ ചിലർ പറഞ്ഞു, ഇദ്ദഅ ഖൗമുൻ അല അഹ്ദി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്നഹും യുഹിബ്ബൂനല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ചില ആളുകൾ അവർ അല്ലാഹുവിനെ ഇഷ്ടപ്പെടുന്നവരാണ് എന്ന് പറഞ്ഞു. ഫഅൻസലല്ലാഹു ഹാദിഹിൽ ആയ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്ത് ഇറക്കി. ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ് ഫത്തബിഊനി യുഹ്ബിബുക്കുമുല്ലാഹ്. നബിയെ പറയുക, അവർ അല്ലാഹുവിനെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ താങ്കളെ പിൻപറ്റണം അവർ, എങ്കിൽ അല്ലാഹു അവരെ ഇഷ്ടപ്പെടുന്നതാണ്. അങ്ങനെ റബ്ബ് സുബ്ഹാനഹു വ തആല ഈ ആയത്ത് ഇറക്കി. അത് അവർക്ക് പരീക്ഷണമായി തീർന്നു എന്നാണ്. ഈ ആയത്തിന് അവർ പറഞ്ഞിട്ടുള്ളത് ആയത്തുൽ മിഹ്ന എന്നാണ്, പരീക്ഷണത്തിന്റെ ആയത്താണ്. നമുക്ക് വെറുതെ അള്ളാഹുവിനെ ഇഷ്ടപ്പെടുക എന്ന് പറയാൻ സാധിക്കുകയില്ല. അള്ളാഹുവിനെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിർബന്ധമായും നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്? പിൻപറ്റേണ്ടതുണ്ട്. അതുകൊണ്ട് നമുക്ക് അനിവാര്യമായ കാര്യം സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ ഇഷ്ടം ലഭിക്കുന്നതായ കാര്യങ്ങൾ ഏതൊക്കെയാണ് എന്ന് കണ്ടെത്തുകയും ആ കാര്യങ്ങൾ നമ്മൾ ജീവിതത്തിൽ കൊണ്ടുവരികയും ചെയ്യേണ്ടതുണ്ട്. അള്ളാഹുവിന് വെറുപ്പുണ്ടാകുന്ന കാര്യങ്ങൾ ഏതൊക്കെയാണ് എന്ന് തിരിച്ചറിയുകയും അതിൽ നിന്ന് നമ്മൾ വിട്ടുനിൽക്കുകയും വേണ്ടതുണ്ട്. ശൈഖുൽ ഇസ്ലാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹം പറയാൻ, മിൻ അഅജബിൽ അഷ്യാ, ഏറ്റവും വലിയ അത്ഭുതം എന്ന് പറയുന്നത് അൻ തഅരിഫ റബ്ബക്, നിനക്ക് നിന്റെ റബ്ബിനെ അറിയാം, അള്ളാഹിനെ കുറിച്ച് നിനക്കറിയാം. സുമ്മ ലാ തുഹിബ്ബുഹു, പിന്നീട് നീ അവനെ ഇഷ്ടപ്പെടുന്നില്ല. നീ അള്ളാഹുവിനെ കുറിച്ച് അറിഞ്ഞിട്ടുണ്ട്, പിന്നെ നിനക്ക് എങ്ങനെ അവൻ ഇഷ്ടപ്പെടാതിരിക്കാൻ സാധിക്കും? വഅൻ തസ്മഅ ദാഇ സുമ്മ തതഅഖറു അനിൽ ഇജാബ, നീ അവന്റെ വിളിക്ക് കാതോർക്കുന്നുണ്ട്, പക്ഷേ ഉത്തരം നൽകാൻ നീ വൈകുകയാണ്. വഅൻ തഅരിഫ ഖദ്റ റിബ്ഹി ഫീ മുആമലതിഹി, അല്ലാഹുമായിട്ട് നീ ഇടപാട് നടത്തിയാൽ ലഭിക്കുന്ന ലാഭത്തെക്കുറിച്ച് നിനക്ക് അറിഞ്ഞിട്ടുണ്ട്, എന്നിട്ടോ സുമ്മ തഅമൽ ഗൈറഹു, പക്ഷെ നീ മറ്റുള്ള ആളുകളോടാണ് ഇപ്പോഴും ഇടപാട് നടത്തിക്കൊണ്ടിരിക്കുന്നത്. വഅൻ തഅരിഫ ഖദ്റ ഗളബിഹി, അല്ലാഹുവിന്റെ കോപത്തെക്കുറിച്ച് നിനക്ക് അറിയുന്നുണ്ട്. സുമ്മ തതഅറദ ലഹു, പിന്നീട് ആ കോപത്തിന് പാത്രമാകുന്ന കാര്യങ്ങൾ നീ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വഅൻ തദൂഖ അലമൽ വഹ്ശതി ഫീ മഅസിയ, തിന്മകൾ ചെയ്താൽ നിനക്ക് അതുകൊണ്ട് ലഭിക്കുന്ന ആ ഒറ്റപ്പെടൽ, അതിന്റെ വേദന നിനക്ക് ആസ്വദിക്കാൻ സാധിച്ചിട്ടുണ്ട്. സുമ്മ ലാ തത്ലുബുൽ ഉൻസ ബിതാഅതി, പക്ഷെ എന്നിട്ടും അള്ളാഹുവിനെ അനുസരിച്ചുകൊണ്ട് അള്ളാഹുവിനോടൊപ്പമാകാൻ, അവന്റെ അടുപ്പം സിദ്ധിക്കാൻ നീ അതിനുവേണ്ടി പരിശ്രമിക്കുന്നില്ല എന്നാണ്. അപ്പൊ അള്ളാഹുവിനെ നമുക്ക് അറിഞ്ഞിട്ടും അള്ളാഹു സുബ്ഹാനഹു വ തആല അവനെ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ നമ്മൾ അതിനെക്കുറിച്ച് പഠിച്ചിട്ടില്ല, ചിന്തിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അത് വലിയ അത്ഭുതമുള്ള കാര്യം തന്നെയാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ മദാരിജുസ് സാലിഖീനിൽ 10ഓളം കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് സഹോദരങ്ങളെ നിങ്ങളുമായി പങ്കുവെക്കാൻ ഉദ്ദേശിക്കുന്നത്. അദ്ദേഹം ഒന്നാമതായി പറയുന്നത്, അഹദുഹ ഖിറാഅത്തുൽ ഖുർആനി ബിത്തദബ്ബുരി വത്തഫഹുമി ലിമആനിഹി വമാ ഉരീദ ബിഹി കതദബ്ബുരിൽ കിതാബില്ലദി യഹ്ഫദുഹുൽ അബ്ദു വയശ്റഹു. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഏതൊരു ആശയത്തിന് വേണ്ടിയിട്ടാണോ, ഏതൊരു കാര്യത്തിന് വേണ്ടിയിട്ടാണോ ഖുർആനിനെ ഇറക്കിയിട്ടുള്ളത്, ആ കാര്യത്തെ സാധൂകരിക്കുന്ന രൂപത്തിൽ ഖുർആൻ തദബ്ബുറോടുകൂടിയും തഫഹുമോടുകൂടിയും ഉറ്റാലോചിച്ചുകൊണ്ടും മനസ്സിലാക്കിയിട്ടും അതിന്റെ അർത്ഥങ്ങൾ ശരിക്കും മനസ്സിലാക്കിയിട്ടും ഒരാൾ പാരായണം ചെയ്യുക എന്നുള്ളതാണ്.
ഇതാണ് ഒരാൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഇഷ്ടം ലഭിക്കാൻ സഹോദരങ്ങളെ ഏറ്റവും വലിയ കാരണമായി തീർന്ന കാര്യം. കാരണം ഖുർആൻ എന്നുള്ളത് അള്ളാഹുവിന്റെ സംസാരമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് സംസാരിച്ചിരിക്കുന്ന കാര്യമാണ്. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല സംസാരിച്ചതാകട്ടെ അതിനെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കാനും ചിന്തിക്കാനോ നമ്മൾ യഥാർത്ഥത്തിൽ ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ നമ്മുടെ അവസ്ഥ എന്താണ്? നമുക്കൊരു രാജാവ്, ഒരു പ്രധാനപ്പെട്ട ഒരു ഭരണാധികാരി നമുക്കൊരു കത്തയക്കുകയാണ്. ആ കത്തിൽ ആ രാജാവ് ഒരുക്കി വെച്ചിട്ടുള്ള വലിയ ഓഫറുകളെ കുറിച്ച്, ആ രാജാവ് ഒരുക്കി വെച്ചിട്ടുള്ള വലിയ സമ്മാനങ്ങളെ കുറിച്ചിട്ടുള്ള സൂചനകൾ ആ കത്തിലുണ്ട് എന്ന് വിചാരിക്കുക. ആ കത്ത് വായിച്ച് മനസ്സിലാക്കാതെ പാഴാക്കി കളയുന്ന ആളുകൾക്ക് ആ രാജാവ് വലിയ ശിക്ഷയും ഒരുക്കിയിട്ടുണ്ട് എന്ന് വിചാരിക്കുക. ആ കത്താകട്ടെ നമുക്കറിയാത്ത ഏതൊരു ഭാഷയിലാണ് വന്നിട്ടുള്ളത് എന്ന് പോലും വിചാരിക്കുക. നമ്മൾ ആരെങ്കിലും ഒരാൾ ഇതിങ്ങനെ ലഭിച്ചിട്ടും അതൊന്നും വായിക്കാതെ അത് അവിടെ നിൽക്കട്ടെ, അതിലെന്താണുള്ളതൊന്നും എനിക്കറിയേണ്ട ആവശ്യമില്ല, ഞാനിങ്ങനെ എൻ്റെ ജീവിച്ചു പോകും, എൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടറ്റം മുട്ടിക്കാനുള്ള ഇങ്ങനെ നെട്ടോട്ടമാണ്, അങ്ങനെ പണിയെടുക്കലാണ് എന്ന് ചിന്തിച്ചുകൊണ്ട് ഈ പ്രധാനപ്പെട്ട കത്തിനെ ആരെങ്കിലും മാറ്റിവെക്കുമോ? കാരണം നമുക്ക് ഈ പറയുന്ന കാര്യങ്ങൾ ശരിക്കും മനസ്സിലാക്കി ചെയ്തു കഴിഞ്ഞാൽ രാജാവ് വെച്ചിട്ടുള്ള വലിയ ഓഫറാണ് അവിടെ ഉള്ളത്. അതെങ്ങാനും ശരിക്ക് പാലിച്ചിട്ടില്ലെങ്കിൽ ഏത് നേരവും രാജാവിൻ്റെ അടുക്കലേക്ക് നമ്മളെ മടക്കി വിളിക്കുന്നതാണ്. നമ്മൾ വരികയില്ല എന്ന് പറയാൻ നമുക്ക് സാധിക്കുകയില്ല. ആ മടക്കി വിളിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന കാര്യങ്ങൾ എന്തുകൊണ്ട് ചെയ്തില്ല എന്നുള്ള ചോദ്യം നിനക്ക് നേരിടേണ്ടി വരും. ചെയ്യാത്തതിൻ്റെ പേരിൽ നിനക്ക് ശിക്ഷ ലഭിക്കുന്നതായിരിക്കും. ഇങ്ങനെല്ലാമുള്ള ഒരു രാജാവ് നമ്മുടെ തൊട്ടടുത്ത നാട്ടിൽ ജീവിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ആരെങ്കിലും ആ അയച്ച കത്തിനെ കുറിച്ച് ചിന്തിക്കാതെ അതിനെക്കുറിച്ച് എന്താണെന്ന് മനസ്സിലാക്കാതെ, അതേതോ ഭാഷയിലല്ലേ അന്ന് എനിക്കറിയില്ല, എനിക്ക് നോക്കാനും നേരമില്ല, ഞാൻ ഈ പറയുന്ന ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്യും. രാജാവാകട്ടെ നമുക്ക് എന്നേക്കും അനന്തമായി ജീവിക്കാനുള്ള സൗഭാഗ്യങ്ങളാണ് അവിടെ ഒരുക്കിയിട്ടുള്ളത് എന്നാണ് കേട്ടുകേൾവി, അതാണ് അറിഞ്ഞിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ബുദ്ധിയുള്ള ആരെങ്കിലുമൊക്കെ ഞാൻ ഈ കുറച്ച് കഷ്ടപ്പെടുത്തി ഈ ചെറിയ ചെറിയ കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ഞാനിങ്ങനെ പരിശ്രമിക്കാൻ, എനിക്ക് നോക്കാനും നേരമില്ല, ഈ പറയുന്ന വലിയ കത്തൊന്നും എനിക്ക് നോക്കാൻ നേരമില്ല എന്നാരെങ്കിലും പറയോ? സഹോദരങ്ങൾ, വലില്ലാഹിൽ മസലുൽ അഅല, അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് മുപ്പടുത്താനായിട്ട് ആരുമില്ല. ലൈസ കമിസ്ലിഹി ഷൈ. കാര്യങ്ങൾ മനസ്സിലാകാൻ ഉദാഹരണങ്ങൾ പറഞ്ഞതാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല അവൻ നമ്മോട് സംസാരിച്ചിരിക്കുന്നു. കിതാബുൻ അൻസൽനാഹു ഇലൈക്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ളത് ഇത് അല്ലാഹു തആലയുടെ കിതാബാണത്, നിങ്ങളിലേക്ക് ഇറക്കിയിട്ടുണ്ട്. മുബാറക്, ബറക്കത്തുള്ള കിതാബാണത്. ലിയദ്ദബ്ബറു ആയാതിഹി, നിങ്ങൾ അവന്റെ ദൃഷ്ടാന്തങ്ങളെ കുറിച്ച് ഉറ്റാലോചിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. വലിയ തദക്കറ ഉലുൽ അൽബാബ്, ബുദ്ധിയുള്ള ആളുകൾ അതിനെക്കുറിച്ച് ശരിക്കും മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല ഖുർആനിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. നമ്മളിൽ എത്ര ആളുകൾ ഈ ഖുർആനിന്റെ ആശയങ്ങളെ കുറിച്ച് ശരിക്കും ചിന്തിച്ച് പഠിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട്? നമ്മുടെ വയസ്സ് എത്രയാണെന്ന് ചിന്തിച്ചു നോക്കുക. ഇത്രയും വർഷക്കാലത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കലാമുമായിട്ടുള്ള നമ്മുടെ ബന്ധം എന്താണ്? എത്രയോ ആളുകൾക്ക് റബ്ബ് സുബ്ഹാനഹു വ തആല അവൻ സംസാരിച്ച അവന്റെ കലാം ഖുർആൻ അതൊന്ന് വായിക്കാൻ പോലും അറിയാത്ത, അത് പാരായണം ചെയ്യുമ്പോൾ ആവർത്തിച്ച് തെറ്റുകൾ സംഭവിക്കുന്ന ഒരുപാട് ആളുകളില്ലേ? നമ്മൾ ചിന്തിച്ചു നോക്കിയാൽ നമ്മുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം തന്നെ ഈ ഖുർആൻ അനുസരിച്ച് ജീവിച്ച് മരിച്ചു പോകുക എന്നുള്ളതാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം അതായിരിക്കെ അതൊന്ന് വായിക്കാൻ പോലും നമുക്കറിയുന്നില്ല. അത് വായിച്ചാൽ അർത്ഥം പോലും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. ഇനി അതിൻ്റെ അർത്ഥം ആരെങ്കിലും ഒക്കെ കൃത്യമായി എഴുതി തന്നിട്ടുണ്ടെങ്കിൽ, പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിൽ അത് കേൾക്കാൻ പോലും നമുക്ക് കൂട്ടാക്കുന്നില്ല എങ്കിൽ എത്ര വലിയ കുറവാണ് നമ്മൾ വരുത്തിയിട്ടുള്ളത്. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ അദ്ദേഹം പറയുന്നു, ഫലാ ശൈഅ അൻഫഅ ലിൽ ഖൽബി മിൻ ഖിറാഅത്തിൽ ഖുർആൻ ബിത്തദബ്ബുരി വത്തഫക്കുർ. ഖുർആൻ തദബ്ബുറോടുകൂടിയും തഫക്കുറോടുകൂടിയും ഉറ്റാലോചിച്ചുകൊണ്ട് ശ്രദ്ധിച്ച് ആഴത്തിൽ മനസ്സിലാക്കുന്നതിനേക്കാൾ ഖൽബിന് ഉപകരിക്കുന്നതായ മറ്റൊരു കാര്യം ദുനിയാവിലില്ല എന്നുള്ളതാണ്. ഫഇന്നഹു ജാമിഉൻ ലിജമീഇ മനാസിലിസ് സായിരീൻ വഅഹ്വാലിൽ ആമിലീൻ വമഖാമാത്തിൽ ആരിഫീൻ. അല്ലാഹുവിലേക്ക് അടുക്കുന്ന ആളുകൾ വ്യത്യസ്ത പദവിയിൽ ഇങ്ങനെ അടുത്തുകൊണ്ടേയിരിക്കുകയാണ്. അവർക്കെല്ലാവർക്കും ഉപകരിക്കുന്ന കാര്യമാണത്. വഹുവല്ലദി യൂരിസുൽ മഹബ്ബ വശൗഖ വൽ ഖൗഫ വറജാ. ആ ഖുർആൻ വായിക്കുമ്പോഴാണ് ഒരാൾക്ക് അല്ലാഹു തആലയോട് മഹബ്ബത്ത്, സ്നേഹമുണ്ടാവുന്നത്, അല്ലാഹു പ്രതീക്ഷയും അല്ലാഹുവിനെ ഭയക്കുകയും ചെയ്യുന്നത് സഹോദരങ്ങളെ ഈ ഖുർആൻ പാരായണം ചെയ്യുമ്പോഴാണ്. ഫഖിറാഅത്തുൽ ഖുർആനി ബിത്തഫക്കുരി ഹിയ അസ്ലു സലാഹിൽ ഖൽബ്. ഒരാൾക്ക് ഹൃദയം നന്നാവണമെങ്കിൽ ഖുർആൻ അർത്ഥമറിഞ്ഞ് പാരായണം ചെയ്യേണ്ടതുണ്ട് എന്നാണ്. വലിഹാദാ അൻസലല്ലാഹുൽ ഖുർആൻ ലിയതദബ്ബറ വയതഫക്കറ ഫീഹി. ഇങ്ങനെ ആലോചിക്കാനും ഉറ്റാലോചിക്കാനും ഒക്കെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ ഇറക്കിയിട്ടുള്ളത്. വയുഅ്മലു ബിഹി, അതനുസരിച്ച് പ്രവർത്തിക്കാനും. ലാ ലിമുജറദി തിലാവതി മഅ ഇറാദിയൻ, ഖുർആനിന്റെ ആശയങ്ങളെ തൊട്ട് അന്യം നിന്നുകൊണ്ട്, അകന്നു നിന്നുകൊണ്ട് കേവലം ഒന്ന് ഖുർആൻ പാരായണം ചെയ്യാൻ അല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറക്കിയിട്ടുള്ളത് എന്നാണ്. മഹാനായ താബി അൽ ഹസൻ അൽ ബസ്രി റഹിമഹുല്ലാ അദ്ദേഹം പറയാൻ, ഉൻസിലൽ ഖുർആനു ലിയുഅ്മല ബിഹി.
ഖുർആൻ ഇറക്കിയിട്ടുള്ളത് അനുസരിച്ച് അമൽ ചെയ്യാനാണ്. ഫത്തഖദു തിലാവതഹു അമല. ചില ആളുകൾ അത് ഓതുന്നത് മാത്രം ഒരു അമലാക്കി മാറ്റിയിരിക്കുകയാണ്. അവരുടെ ആകെ അമൽ ഖുർആൻ കൊണ്ട് അവർ ചെയ്യുന്ന അമൽ എന്ന് പറഞ്ഞാൽ ഖുർആൻ ഓതുക എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ ഖുർആൻ ഓതാൻ മാത്രമായിട്ട് ഇറക്കിയ കാര്യമല്ല. ഖുർആൻ ഓതാൻ പറയുന്നത് എന്തിനാണ്? ഇതിൽ പറയുന്ന ആശയങ്ങൾ എപ്പോഴും നമുക്ക് ചിന്തിക്കാൻ വേണ്ടിയിട്ടാണ് ഖുർആൻ ഓതാൻ പറയുന്നത്. ആ ഓതുന്ന ഓരോ ആയത്തിലൂടെയും നമുക്ക് പ്രതിഫലങ്ങൾ കരസ്ഥമാക്കാനാണ് ഖുർആൻ ഓതാൻ പറയുന്നത്. അതല്ല നമ്മുടെ പ്രധാനപ്പെട്ട അമൽ. ഖുർആൻ ഇങ്ങനെ അർത്ഥമറിയാതെ ആശയം അറിയാതെ ഓതുക എന്നുള്ളതല്ല സഹോദരങ്ങളെ അമൽ. ഹസൻ അൽ ബസ്രി റഹിമഹുല്ലാഹ് പറഞ്ഞതുപോലെ ഫത്തഖദു തിലാവതഹു അമല. ചില ആളുകൾ അതിന്റെ തിലാവത്ത് മാത്രം അമലാക്കി തീർത്തിരിക്കുകയാണ്. ഖുർആന്റെ ആശയങ്ങൾ അറിയില്ല. ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നോട് കൽപ്പിച്ചത് എന്തെന്നറിയില്ല. ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നോട് വിലക്കിയത് എന്ത് എന്നൊന്നും അവൻ അറിയുന്നില്ല. എന്താണ് ഖുർആനിന്റെ ആശയം എന്ന് സഹോദരങ്ങളെ ഒരാൾക്ക് അറിയുന്നില്ല. അല്ലാഹു തആല ചോദിച്ചില്ലേ, അഫലാ യതദബ്ബറൂനൽ ഖുർആൻ, അവർ ഖുർആനിനെ കുറിച്ച് ചുറ്റാലോചിച്ച് ചിന്തിച്ച് മനസ്സിലാക്കുന്നില്ലേ? അം അലാ ഖുലൂബിൻ അഖ്ഫാലുഹാ, അവരുടെ ഹൃദയങ്ങളിൽ താഴിട്ട് പൂട്ടിയിരിക്കുകയാണ്. എന്താണ് ഖുർആൻ മനസ്സിലാക്കാൻ, അത് ചിന്തിക്കാൻ നിങ്ങൾക്ക് സാധിക്കാത്തത്? എന്താ? നിങ്ങളുടെ ഖൽബിന് ആരാണ് ഒരു പൂട്ടിട്ട് കളഞ്ഞത്? എന്തുകൊണ്ട് നിങ്ങൾക്കത് ചിന്തിക്കാനും മനസ്സിലാക്കാനും സാധിക്കുന്നില്ല എന്നുള്ളത് സഹോദരങ്ങളെ. അതുകൊണ്ടാണ് മഹാന്മാരായ ഇമാം ഷാഫിഈ റഹിമഹുല്ലാഹ് പോലെ ചില പണ്ഡിതന്മാരൊക്കെ അഭിപ്രായപ്പെട്ടത് അറബി ഭാഷ പഠിക്കൽ നിർബന്ധമാണ് എന്ന് ചില പണ്ഡിതന്മാർ പറഞ്ഞത് അതിന്റെ അടിസ്ഥാനത്തിലാണ്. കാരണം ഇതറിയാതെ എങ്ങനെയാണ് അള്ളാന്റെ കലാം ഒരാൾക്ക് സംസാരിക്കാൻ സാധിക്കുക, അത് മനസ്സിലാക്കാൻ സാധിക്കുക? നിങ്ങൾ ചിന്തിച്ചു നോക്കും. നമ്മൾ ഏറ്റവും ഇഷ്ടപ്പെടുന്നത് ആരെയാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. നമ്മൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന പടപ്പാരാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ഇവർ രണ്ടുപേരും നമ്മോട് സംസാരിച്ചിരിക്കുന്നത് അറബി ഭാഷയിലാണ്. എന്താണ് അവിടുന്ന് സംസാരിച്ചത്? എത്ര ആഴത്തിലാണ് അവിടുന്ന് കാര്യങ്ങൾ അവതരിപ്പിച്ചത്? അവിടുന്ന് സംസാരിച്ച ആ സംസാരത്തിന്റെ മനോഹാരിത എന്താ? ഏത് നിലക്കാണ് നമ്മെ ഉപദേശിച്ചത്? എന്തൊക്കെ കാര്യത്തിനാണ് നമ്മളെ വിലക്കിയത്? ആ ഭാഷ നേരിട്ട് മനസ്സിലാക്കാൻ, കാതോർക്കാൻ സഹോദരങ്ങളെ ആ അറബി ഭാഷ ഇല്ലാതെ നമുക്ക് സാധിക്കുകയില്ല. ഞാൻ പറയുന്നത് നിങ്ങൾ ഓരോരുത്തരും അറബി ഭാഷ പഠിക്കൽ നിർബന്ധമാണ്, അല്ലെങ്കിൽ കുറ്റക്കാരാണ് എന്നല്ല. അത് ചില പണ്ഡിതന്മാരുടെ അഭിപ്രായമാണ്. പക്ഷേ ഇങ്ങനൊരു കാര്യം നിലനിൽക്കുക, ഈ ഭാഷ പഠിക്കാൻ നമുക്ക് എത്രമാത്രം താല്പര്യം ഉണ്ടായിരിക്കേണ്ടതുണ്ട്. ആ ഖുർആൻ ഒന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. അതിന് നൽകിയിട്ടുള്ള തഫ്സീറുകളെല്ലാം മഹത്തരമായ തഫ്സീറുകളൊക്കെ അറബി ഭാഷയിലാണെന്നിരിക്കെ അത് എനിക്ക് അല്പം ഒന്ന് ചിന്തിച്ച് മനസ്സിലാക്കാൻ എത്ര ആഗ്രഹം നമുക്കുണ്ടായിരിക്കേണ്ടതുണ്ട്. അള്ളാഹുവിന്റെ സംസാരമല്ലേ. അതെങ്ങനെയാണ്? സൂറത്തുൽ ഫാത്തിഹ, അലിഫ് ലാം മീം ദാലിക്കൽ കിതാബ്, സൂറത്തുൽ ബഖറ, ആലു ഇംറാൻ, ഇങ്ങനെ റബ്ബ് സുബ്ഹാനഹു വ തആല 114 സൂറത്ത്, 600ഓളം പേജുകളിൽ, 30 ജുസ്ഉകളിൽ, 6000 പരം ആയത്തുകളിൽ അല്ലാഹു തആല 23 വർഷം നീണ്ട കാലത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ മദീനയിൽ അവതരിപ്പിച്ചു. നമ്മൾ ജീവിച്ച് ഏകദേശം മരിക്കാൻ അടുത്തിരിക്കുന്നു. നമ്മുടെ മിക്കവരുടെയും മരണത്തിനോട് താരതമ്യപ്പെടുത്തിയാൽ നമ്മൾ ജീവിച്ചതിനേക്കാളും ഇനി ബാക്കിയില്ല എന്ന് വേണം പറയാൻ. അങ്ങനെ ആയിട്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ കലാമിനെ കുറിച്ച് എന്താണ് ഇതിലുള്ളത് എന്നിപ്പോഴും നമുക്ക് ചിന്തിക്കാനോ മനസ്സിലാക്കാനോ നമുക്കതിനെക്കുറിച്ച് ഒരു താല്പര്യം നമുക്കുണ്ടാകുന്നില്ല. നമുക്കതിലൊരു നഷ്ടബോധം പോലും തോന്നുന്നില്ല. അല്ല, അതൊന്ന് പാരായണം ചെയ്യുന്നാൽ പോലും പലരും തപ്പി കഷ്ടപ്പെട്ടാണ് ഇപ്പോഴും പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ട് സഹോദരങ്ങളെ നമ്മുടെ ഏറ്റവും വലിയ ടെൻഷൻ ഇതായി തീരാത്തത്? അല്ലാഹു സുബ്ഹാനഹു വ തആല കലാം മനസ്സിലാക്കുക എന്നത് ഏറ്റവും വലിയ ഒരു വേവലാതി ടെൻഷനായി നമുക്ക് മാറാത്തത് എന്താണ്? ജനങ്ങൾക്ക് പലർക്കും അവർക്കുണ്ടാകുന്ന ടെൻഷൻ ഈ ദുനിയാവിൽ ഉപേക്ഷിച്ച് പോകേണ്ടതായ പല സ്വത്തുക്കളെയും കുറിച്ചിട്ടാണ്. അവൻ എന്ത് തന്നെ കഷ്ടപ്പെട്ടാലും ഇതവിടെ ഉപേക്ഷിച്ച് പോകാനുള്ളതാണ്. അള്ളാഹുവിന്റെ അടുക്കൽ പോകുമ്പോൾ അവൻ ഈ മനസ്സിലാക്കിയ കാര്യങ്ങൾ, ഖൽബിലേക്ക് എത്തിയ കാര്യങ്ങൾ, പഠിച്ച കാര്യങ്ങൾ, അതല്ലാതെ മറ്റൊന്നും അവന് കൊണ്ടുപോകാൻ സാധിക്കുകയില്ല. അവൻ പഠിച്ച ഇൽം അതാണ് അവനോടൊപ്പം ഉണ്ടാകുക. അവൻ ചെയ്ത അമൽ അതാണ് അവനോടൊപ്പം ഉണ്ടാകുക. ഈ ഉണ്ടാക്കുന്ന കഷ്ടപ്പെടുന്ന കാര്യങ്ങൾ എങ്ങാനും അവിടെ വന്ന് എന്നെ സഹായിക്കുമായിരുന്നെങ്കിൽ നന്നായിരുന്നേനെ. അതുണ്ടാവുന്നില്ല. ഈ കഷ്ടപ്പെടുന്ന കാര്യങ്ങളെല്ലാം ഇവിടെ ഉപേക്ഷിച്ച് പോകാനുള്ളതാണ്. അള്ളാഹുവിന്റെ അടുക്കലേക്ക് ഒറ്റക്കാണ് നമ്മൾ പോകുന്നത്. പക്ഷേ ആ ഒറ്റക്ക് പോകുമ്പോൾ കൂട്ടിനായി നമുക്ക് ഉണ്ടായിരിക്കേണ്ട, സഹായികളായി ഉണ്ടായിരിക്കേണ്ട ഈ ഇൽമിനെ കുറിച്ചും അമലിനെ കുറിച്ചും നമ്മൾ അന്യം നിന്ന് പോകുകയാണ്. ശൈഖുൽ ഇസ്ലാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുന്നുണ്ട്, വബിൽ ജുംല തുഅരിഫുഹു റബ്ബൽ മദ്ഉവ ഇലൈഹി. ഖുർആനിനെ കുറിച്ച് പറയാം. ഖുർആൻ നിനക്ക് നിന്റെ റബ്ബിനെ കുറിച്ച് മനസ്സിലാക്കി തരും. വതരീഖൽ വുസൂല ഇലൈഹി, അല്ലാഹുവിലേക്ക് അടുക്കേണ്ട, സഞ്ചരിക്കേണ്ട പാതയെക്കുറിച്ച് ഖുർആൻ അറിയിച്ചു തരും. വമാ ലഹു മിനൽ കറാമത്തി ഇദാ ഖദിമ അലൈഹി, നീ അവിടെ ചെന്നെത്തിയാൽ എന്തെല്ലാം വിരുന്നാണ്, ആദരവാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുക്കി വെച്ചിട്ടുള്ളത്. ഖുർആൻ അത് വിശദീകരിക്കുന്നുണ്ട്. വതുഅരിഫുഹു ഫീ മുഖാബിലി ദാലിക സലാസത്തൻ ഉഖറ, ഇതിന് നേരെ വിരുദ്ധമായി 3 മറ്റു കാര്യങ്ങളും ഖുർആൻ പറയുന്നുണ്ട്. മാ യദ്ഉ ഇലൈഹി ശൈത്താൻ, പിശാച് ക്ഷണിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് ഖുർആൻ അറിയിച്ചു തരികയാണ്.
സഹോദരങ്ങളെ, ഇന്നത് കാര്യങ്ങളൊക്കെ പിശാച് നിങ്ങളെ കെണിയിലേക്ക് കൊണ്ടുപോകാനുള്ളതാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറയുന്നുണ്ട്. പക്ഷെ നമ്മളത് കണ്ടിട്ടില്ല, ചിന്തിച്ചിട്ടില്ല. നമ്മൾ ആ പിശാചിന്റെ കെണിയിൽ തന്നെ ഒരു ഭാഗത്ത് പെട്ടുകൊണ്ടേയിരിക്കുകയാണ്. വത്വരീഖൽ മൂസിലത ഇലൈഹി, പിശാചിലേക്ക് നിങ്ങളെ കൊണ്ടുപോകുന്ന മാർഗങ്ങൾ എന്തൊക്കെയാണ് ഖുർആനിൽ പറഞ്ഞു തന്നിട്ടുണ്ട്. വമാ ലിൽ മുസ്തജീബി ലിദഅവതിഹി മിനൽ ഇഹാനതി വൽ അദാബി ബഅദൽ വുസൂൽ ഇലൈഹി, ആ പിശാചിന്റെ ദുർബോധനങ്ങളെ, അവൻ ക്ഷണിക്കുന്ന കാര്യത്തെ ഒരാൾ ഉത്തരം ചെയ്താൽ അവന് നാളെ പരലോകത്ത് ലഭിക്കാനുള്ള ആ ഇഹാനത്ത്, നിന്ദയെക്കുറിച്ചും അദാബിനെ കുറിച്ചുമൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറഞ്ഞു വന്നിട്ടുണ്ട്. ഫഹാദിഹി സിത്തത്തു ഉമൂരിൻ ദറൂരിയത്തുൻ ലിൽ അബ്ദി മഅരിഫതുഹാ, ഈ 6 കാര്യങ്ങൾ ഒരു അടിമയെ സംബന്ധിച്ചിടത്തോളം മനസ്സിലാക്കൽ നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. ഇതൊക്കെ അവിടെയുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ കൃത്യമായി ഖുർആനിൽ ഇത് പറഞ്ഞു തന്നിട്ടുണ്ട്. വമുശാഹദതുഹാ വമുതാലഅതുഹാ, ഇതൊക്കെ കണ്ടതുപോലെ മനസ്സിലാക്കാനും ഇത് ആവർത്തിച്ച് ചിന്തിക്കാനും ഒക്കെ അവൻ പരിശ്രമിക്കണം. ഫതുഷ്ഹിദുൽ ആഖിറത ഹത്താ കഅന്നഹു ഫീഹാ, അങ്ങനെ ഖുർആൻ ഒരാൾ ആവർത്തിച്ച് വായിച്ചാൽ ആഖിറത്തിനെ കുറിച്ച് അവന് കാണാൻ സാധിക്കും. അവൻ ആഖിറത്തിൽ എത്തിയതുപോലെ അവന് തോന്നുന്ന രൂപത്തിൽ ഖുർആൻ നിന്നെ കൊണ്ടുപോകും. വതഗയ്യുബിഹി അനിദ് ദുനിയ ഹത്താ കഅന്നഹു ലൈസ ഫീഹാ, അങ്ങനെ ദുനിയാവിന്റെ നിസ്സാരതയെ കുറിച്ച് നീ ചിന്തിച്ച് മനസ്സിലാക്കിയാൽ ഖുർആൻ നിന്നെ ദുനിയാവ് നിനക്ക് വേണ്ട എന്ന് തോന്നുന്ന രൂപത്തിൽ, ദുനിയാവ് നിരർത്ഥകമാണ് എന്ന് തോന്നുന്ന രൂപത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ദുനിയാവിന്റെ നിരർത്ഥതയെ കുറിച്ച് പറഞ്ഞു തരും. വതുമയ്യിസ് ലഹു ബൈനൽ ഹഖ് വൽ ബാത്തിൽ ഫി കുല്ലി മഖ്തലഫ ഫീഹിൽ ആലം വതുരിഹിൽ ഹഖ ഹഖ വൽ ബാത്തില ബാത്തില, അങ്ങനെ ലോകം മുഴുവനും അഭിപ്രായ വ്യത്യാസങ്ങളിലായി കൊണ്ടേയിരിക്കുന്ന സമയത്ത് ഏതാണ് ഹക്ക് ഏതാണ് ബാത്തിൽ എന്നുള്ള കാര്യം ഖുർആൻ നിനക്ക് വേർതിരിച്ച് മനസ്സിലാക്കി തരും. വതുഅതീഹി ഫുർഖാനൻ വനൂറൻ യുഫർരിഖു ബിഹി ബൈനൽ ഹുദാ വദ്ദലാൽ, അങ്ങനെ ഖുർആൻ നിനക്ക് ഒരു ഫുർഖാനായി തീരും, സത്യാസത്യ വിവേചനം കൃത്യമായി നടത്തിത്തരും. വലാലത്തും ഹുദയും ഏതാണെന്ന് ഖുർആൻ നിനക്ക് മനസ്സിലാക്കി തരും. വൽ ഗയ്യി വർ റഷാദ്, സന്മാർഗമേത് ദുർമാർഗമേത്. വതുഅതീഹി ഖുവ്വതൻ ഫി ഖൽബിഹി, നിന്റെ ഹൃദയത്തിന് ഖൽബിന് ഖുവ്വത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകും. വഹയാതൻ, ജീവൻ നൽകും. വസഅതൻ വൻശിറാഹൻ വബഹജതൻ വസുറൂറ, വിശാലതയും സന്തോഷവുമെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകും. ഫയസീറു ഫീ ശഅനിൻ നാസ് ഫയസീറു ഫീ ശഅനിൻ വന്നാസു ഫീ ശഅനിൻ ആഖിർ, അങ്ങനെ അവൻ മറ്റൊരു നിലക്കാണ്, ജനങ്ങളെല്ലാം മറ്റൊരു നിലക്കാണ്. ഖുർആനുമായി ബന്ധപ്പെട്ടുള്ള ആളുകൾ യഥാർത്ഥത്തിൽ മറ്റൊരു ലോകത്തിലാണ്. അവർ ദുനിയാവിലാണ് ജീവിക്കുന്നത് എങ്കിലും അവരുടെ ചിന്തയൊന്നും ദുനിയാവ് പോകുന്നിടത്തൊന്നും അല്ല. ദുനിയാവിലെ ആളുകൾ പല ചിന്തകളിലും പല കാര്യങ്ങളിലുമായി ഇങ്ങനെ അശ്രദ്ധരാണ്. ഒരു നിലക്ക് നമ്മളൊന്ന് മാറി എന്ന് ചിന്തിച്ചു നോക്കി, ആളുകൾ എവിടേക്കാണ് ഈ ഓടിക്കൊണ്ടേയിരിക്കുന്നത്? ആളുകൾ എന്തിനാണ് ഈ കഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കുന്നത്? യഥാർത്ഥ കാര്യങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണ് ദുനിയാവിലേക്ക് എത്തിയത് എന്ന കാര്യം മറന്നിട്ടാണ് ബഹുഭൂരിപക്ഷവും തിരക്കായിക്കൊണ്ടിരിക്കുന്നത്. ഓരോ അങ്ങാടികളും എന്തിനാണ് തിരക്കായിക്കൊണ്ടിരിക്കുന്നത്? ഓരോ ദിവസങ്ങളും എന്താണ് ഇങ്ങനെ രാവിലെയും വൈകുന്നേരവും ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പാഞ്ഞുകൊണ്ടേയിരിക്കുന്നതാണ്? എന്തിനു വേണ്ടിയിട്ടാണ്? എവിടെയാണ് എല്ലാവരുടെയും പര്യവസാനം? എല്ലാവരുടെയും പര്യവസാനം ഒരിടത്ത് തന്നെയാണ്. എല്ലാവർക്കും ഒരേ വിചാരണ തന്നെയാണുള്ളത്. പക്ഷേ കുറഞ്ഞ ആളുകൾ മാത്രമേ ആ ചിന്തയോടുകൂടി ജീവിക്കുന്നു. ആ ആളുകൾ ആരാണ്? ഖുർആനിനെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ മനസ്സിലാക്കാൻ സാധിച്ച ആളുകളാണ് യഥാർത്ഥത്തിൽ സഹോദരങ്ങളെ അതിൽ നിന്ന് മാറി നിൽക്കാൻ സാധിക്കുന്നത്. റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഇന്നല്ലദീന യത്ലൂന കിതാബല്ലാഹ്, തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കിതാബ് പാരായണം ചെയ്യുന്നവർ, വഅഖാമുസ്സലാ, നിസ്കാരം നിലനിർത്തുന്നവർ, വഅൻഫഖു മിമ്മാ റസഖ്നാഹും സിർറൻ വഅലാനിയ, അല്ലാഹു നൽകിയ സമ്പത്തിൽ നിന്നും രഹസ്യമായും പരസ്യമായും ഒക്കെ ചെലവഴിച്ച ആളുകൾ, യർജൂന തിജാറതൻ ലൻ തബൂർ, ഒരിക്കലും നഷ്ടം പറ്റാത്തതായ ഒരു കച്ചവടത്തിലാണ് അവർ ഏർപ്പെട്ടിരിക്കുന്നത്. ലിയുവഫിയഹും ഉജൂറഹും, അല്ലാഹു അവർക്ക് പ്രതിഫലം പൂർത്തിയാക്കി നൽകും. വയസീദഹും മിൻ ഫദ്ലി, അതോടൊപ്പം അല്ലാഹുവിന്റെ ഔദാര്യത്തിൽ നിന്നും ഈ പറയുന്ന ആളുകൾക്ക് നൽകും. ആരാണ് അവർ? അല്ലാഹുവിന്റെ കിതാബ് പാരായണം ചെയ്യുന്നവർ, നിസ്കാരം നിലനിർത്തുന്നവർ, രഹസ്യത്തിലും പരസ്യത്തിലും അല്ലാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നവർ. അവർക്ക് നഷ്ടം ഉണ്ടാകുന്ന ഒരു കച്ചവടമേ അല്ല, ലാഭമുള്ള കച്ചവടമാണ്. അല്ലാഹു ചെയ്തതിന് പൂർത്തിയാക്കി നൽകും, അധികമായി അവന്റെ ഔദാര്യത്തിൽ നിന്ന് നൽകും. ഇന്നഹു ഗഫൂറുൻ ഷക്കൂർ, നിങ്ങൾക്ക് സംഭവിച്ചു പോകുന്ന തെറ്റുകൾ പുറത്തു തരുന്ന, നിങ്ങൾ ചെയ്യുന്ന ചെറിയ കർമ്മങ്ങൾക്ക് ധാരാളമായി പ്രതിഫലം നൽകുന്ന ഗഫൂറും ഷക്കൂറുമായ റബ്ബാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ന് അവൻ ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, ഖുർആൻ അതാണ് റബ്ബിന്റെ ഇഷ്ടം കിട്ടാൻ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ്, അതേക്കുറിച്ച് അറിയാത്ത ആളുകൾ ആരുമില്ല. ദുനിയാവിൽ എന്തെല്ലാം വിഷയങ്ങളുണ്ടോ, ഫന്നുകളുണ്ടോ, ഓരോ വിഷയം അദ്ദേഹം സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ശിഷ്യന്മാർ പറയാണ്, ആളുകൾ വിചാരിച്ചു നോക്കും ഇദ്ദേഹം ഇതിന്റെ സ്പെഷ്യലിസ്റ്റ് ആണ് എന്ന് തോന്നിപ്പോകും. അത്രയും കഴിവുള്ള ഒരു മനുഷ്യനാണ് ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ്. എന്നിട്ട് അവസാന കാലഘട്ടത്തിൽ അദ്ദേഹം വിലപിച്ചുകൊണ്ട് പറയാണ്, എൻ്റെ ആയുസിന്റെ ബഹുഭൂരിപക്ഷ സമയവും എനിക്ക് ഖുർആനിൽ ചെലവഴിക്കാൻ സാധിച്ചിരുന്നെങ്കിൽ എന്ന് പറഞ്ഞ് അദ്ദേഹം വിലപിക്കുകയാണ്. യാഥാർത്ഥ്യത്തിൽ അദ്ദേഹം വിലപിക്കുകയാണ്. അദ്ദേഹത്തിനോട് നമ്മളെപ്പോലെയുള്ള ഒരാളല്ല, നമ്മളെപ്പോലെ ഖുർആനെ കുറിച്ചിട്ട് എവിടുന്ന് ചോദിച്ചാൽ ഒന്നും അറിയാത്ത, അർത്ഥവും അറിയാത്ത, ഓതാനും അറിയാത്ത ഒരാളല്ല ഈ പറയുന്നത്. ഖുർആനിന്റെ തഫ്സീർ
അതെങ്ങനെ ചോദിച്ചാലും സലഫുകളുടെ അസറ് പറഞ്ഞുകൊണ്ട് അതിനെ വിശദീകരിക്കുന്ന അത്രയും കഴിവുള്ള തഫ്സീറുകൾ രചിച്ചിട്ടുള്ള മഹാനായ പണ്ഡിതനാണ് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ്. അദ്ദേഹത്തിന് പോലും അവസാനം ആലോചിച്ച് നോക്കുമ്പോൾ ഞാൻ മറ്റ് പല ഇൽമിലും മുഴുകിയിട്ട് എൻ്റെ ഒരുപാട് സമയം നഷ്ടപ്പെട്ടു പോയി. ദുനിയാവിൽ മുഴുകിയിട്ട് എന്നുള്ളതല്ല, ദുനിയാവിനെ പാടെ ഉപേക്ഷിച്ച ജാഹിദായ ഭൗതിക വിരക്തിയുള്ള മനുഷ്യനാണ് അദ്ദേഹം. അദ്ദേഹമാണ് ഈ പറയുന്നത്, ഞാൻ ഖുർആൻ ഒന്നുകൂടി ആഴത്തിൽ പഠിച്ചിരുന്നെങ്കിൽ, ഖുർആനിന് വേണ്ടി എൻ്റെ സമയം മുഴുവൻ ചെലവാക്കിയിരുന്നെങ്കിൽ എത്ര നന്നായേനെ എന്ന് അദ്ദേഹത്തിന് അവസാന സമയത്ത് തോന്നി. അദ്ദേഹം അത് ആളുകളോട് പറഞ്ഞു എന്നാണ്. സഹോദരങ്ങളെ, നമ്മുടെയൊക്കെ അവസ്ഥ എന്താണ്? നമ്മുടെ ദിവസത്തിൽ ഖുർആനിന് നമ്മൾ കൊടുക്കുന്ന ഹൗ എന്താണ്, ഓഹരി എന്താണ്? അത് പാരായണം ചെയ്യാനെങ്കിലും അതിൻ്റെ അർത്ഥം മനസ്സിലാക്കാനെങ്കിലും നമുക്ക് ഏതെങ്കിലും ഒരു സൂറത്തുണ്ടോ ഇതിൻ്റെ ആശയം മുഴുവൻ എനിക്കറിയാമെന്ന് പറയുന്നതായിട്ടൊരു സൂറത്ത് നമുക്ക് ഓരോരുത്തർക്കുമുണ്ട്? നമ്മൾ ഓരോരുത്തരും സ്വന്തം ചിന്തിക്കേണ്ട കാര്യമാണ്. എത്ര എത്ര കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നു, ദുനിയാവിൻ്റെ എത്ര എത്ര വിവരങ്ങളെക്കുറിച്ച് നമുക്കറിയുന്നു, എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാൻ സാധിക്കുന്നു. ഖുർആനിനെ കുറിച്ച് എന്താണ് നമ്മുടെയൊക്കെ അറിവ്? സഹോദരങ്ങൾ, നമ്മൾ പരിശോധിക്കേണ്ട കാര്യമാണ്. അതുകൊണ്ട് റബ്ബ് സുബ്ഹാനഹു വ തആല ഖുർആൻ പഠിക്കുന്ന മജ്ലിസുകൾക്ക് വലിയ ഫദ്ലാണ് നൽകിയിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മജ്തമഅ ഖൗമുൻ ഫീ ബൈത്തിൻ മിൻ ബുയൂത്തില്ലാഹി തആല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഭവനങ്ങളിൽപ്പെട്ട ഒരു ഭവനത്തിൽ ഒരു വിഭാഗം ആളുകൾ ഒരുമിച്ച് കൂടി യത്ലൂന കിതാബല്ലാഹ്, അവർ അല്ലാഹുവിന്റെ കിതാബ് പാരായണം ചെയ്യുന്നുണ്ട്. വയതദാറസൂനഹു ബൈനഹും, അവർ പരസ്പരം പഠിക്കുന്നുണ്ട്. ഖുർആനിന്റെ ആശയങ്ങൾ ചർച്ച ചെയ്യുക എന്നാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഖുർആൻ എല്ലാവരും കൂടിയിരുന്ന് ഓതുക എന്നുള്ളതല്ല, മറിച്ച് ഖുർആനിന്റെ ആശയങ്ങൾ ചർച്ച ചെയ്യുക. തൗഹീദിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നു, അത് ഖുർആൻ പഠിക്കലാണ്. ഒരാൾ തൗഹീദിന്റെ മജ്ലിസിൽ അല്ലാഹുവിന്റെ വഹ്ദാനിയത്തിനെ കുറിച്ച് പറയുന്ന മജ്ലിസിൽ ഒരാൾ ഇരിക്കുന്നെങ്കിൽ അവൻ ഖുർആനിനെ കുറിച്ച് തന്നെയാണ് ചർച്ച ചെയ്തിട്ടുള്ളത്. നിസ്കാരത്തെ കുറിച്ച് ഒരാൾ പഠിക്കുന്നുണ്ടെങ്കിൽ, അതിന്റെ മസ്അലകൾ പഠിക്കുന്നുണ്ടെങ്കിൽ ഖുർആനിനെ കുറിച്ച് തന്നെയാണ് അവൻ ചർച്ച ചെയ്തിട്ടുള്ളത്. സകാത്തിനെ കുറിച്ച് ഒരാൾ പഠിക്കുന്നുണ്ടെങ്കിൽ ഖുർആനിനെ കുറിച്ച് തന്നെയാണ് അവൻ ചർച്ച ചെയ്തിട്ടുള്ളത്. കാരണം ഇതെല്ലാം ഖുർആൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. യഥാർത്ഥത്തിൽ ഇൽമ് എന്ന് പറഞ്ഞ് നമ്മൾ ഇരിക്കുന്ന ക്ലാസ്സുകളെല്ലാം ഖുർആനിനെ കുറിച്ചുള്ള ചർച്ചയാണ്, അതല്ലാതെ മറ്റെന്തെങ്കിലുമൊക്കെ ഭൗതിക കാര്യങ്ങളോ ഭൗതികമായ നേട്ടങ്ങളെ കുറിച്ചല്ല. ഇങ്ങനെ ഒരാൾ ഒരു ഇൽമിന്റെ മജ്ലിസിൽ ഇരുന്നാൽ ഇല്ലാ നസലത് അലൈഹിമുസ് സകീന, അവന് അല്ലാഹു സുബ്ഹാനഹു വ തആല സകീനത്ത്, മനഃശാന്തി ഇറക്കി കൊടുക്കുന്നതാണ്. വഗശിയതുഹുർ റഹ്മ, കാരുണ്യം അവനെ മൂടുന്നതായിരിക്കും. വഹഫത്തുഹുൽ മലായിക, കാരുണ്യത്തിന്റെ മലക്കുകൾ അവരെ ചുറ്റി പൊതിയുന്നതായിരിക്കും. വദക്കറഹുമുല്ലാഹു ഫീമൻ ഇൻദഹു, അല്ലാഹുവിന്റെ അടുക്കൽ അവന്റെ തിരുസന്നിധിയിൽ മലക്കുകളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആളുകളെ കുറിച്ച് പറയും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് റബ്ബ് സുബ്ഹാനഹു വ തആല എന്തുമാത്രം പ്രാധാന്യമാണ് ഖുർആൻ പഠിക്കുന്നവർക്കും അതിനു വേണ്ടിയിട്ടുള്ള മജ്ലിസുകൾക്കും നൽകിയിട്ടുള്ളത് എന്നുള്ളത് സഹോദരങ്ങളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് അറിയിച്ചു നൽകുകയാണ്. അതുകൊണ്ട് ഖുർആൻ എന്ന് പറയുന്നത് കേവലം പാരായണത്തിനുള്ള ഒരു കാര്യമല്ല, അതിന്റെ ആശയങ്ങൾ മനസ്സിലാക്കണം, ജീവിതത്തിൽ പകർത്തണം. മഹാനായ അബൂ അബ്ദുറഹ്മാൻ അസ്സുലമി റഹിമഹുല്ലാ താബിഈങ്ങളിലുള്ള കിബാറു താബിഈലിൽപ്പെട്ട ആളാണ്, താബിഈങ്ങളിൽ വളരെ പ്രധാനിയായിട്ടുള്ള ആളാണ്. അദ്ദേഹം പറയാണ്, ഹദ്ദസന അല്ലദീന കാനു യുഖ്രിഊനനാ അൽ ഖുർആൻ, ഞങ്ങൾക്ക് ഖുർആൻ ഓതിത്തന്നവരായ ആളുകൾ ഞങ്ങളോട് പറയുമായിരുന്നു, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് വഗൈരിഹിമാ റളിയല്ലാഹു അൻഹും, അദ്ദേഹത്തിന്റെ ഉസ്താദുമാർ ഉസ്മാൻ ഇബ്നു അഫ്ഫാനാണ്, അതേപോലെ തന്നെ അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദാണ്. ഇതേപോലുള്ള സഹാബികളിൽ നേരിട്ട് പഠിച്ച വളരെ പ്രായം ചെന്ന താബിഇയാണ് അബൂ അബ്ദുറഹ്മാൻ അസ്സുലമി. ഒരുപാട് ചരിത്രം മനസ്സിലാക്കേണ്ട സഹാബി താബിഇയാണ്. അദ്ദേഹം പറയാണ്, അവരൊക്കെ നമ്മോട് പറഞ്ഞു തന്ന കാര്യമുണ്ട്, അന്നഹും കാനു ഇദാ തഅല്ലമു മിനൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അശ്റ ആയാത് ലം യുജാവിസുഹ ഹത്താ തഅല്ലമു മാ ഫീഹി മിനൽ ഇൽമി വൽ അമൽ. അവർ അല്ലാഹുവിന്റെ കിതാബിൽ നിന്ന് ഒരു 10 ആയത്ത് പഠിച്ചിട്ടുണ്ടെങ്കിൽ അതിലെന്താണ് അടങ്ങിയിട്ടുള്ള ഇൽമ്, അതെന്തൊക്കെയാണ് അതുകൊണ്ട് ചെയ്യേണ്ട അമല്, ഇത് ചെയ്യാതെ അവർ അതിനെ കടന്നു പോകുമായിരുന്നില്ല. ഖാലു ഫതഅല്ലംനൽ ഖുർആന വൽ ഇൽമ വൽ അമല ജമീഅൻ, അങ്ങനെ ഖുർആനും അറിവും വിജ്ഞാനവും അമലും ഒക്കെ നമ്മൾ ഒരുമിച്ചാണ് ചെയ്തിട്ടുള്ളത് എന്നാണ്. കേവലം ഖുർആൻ ഇങ്ങനെ ഓതി പഠിച്ച് അതിനെന്തെങ്കിലുമൊക്കെ സമ്മാനം കിട്ടുക, ഇതിനല്ല. പലപ്പോഴും ഖുർആനുമായി ബന്ധപ്പെട്ട് പലർക്കും ഖുർആനിനെ അങ്ങനെ ഒരു കോമ്പറ്റീഷന് വേണ്ടി മാത്രം, അല്ലെ, നമ്മുടെ നാട്ടിലൊക്കെ തൗഹീദും ശിർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആലയെ മാത്രമേ വിളിച്ചു പ്രാർത്ഥിക്കാവൂ എന്ന ഖുർആനിന്റെ അടിസ്ഥാനം പോലും അറിയാത്ത ആളുകൾ ഖുർആൻ കോമ്പറ്റീഷൻ മത്സരങ്ങളിൽ പങ്കെടുക്കുകയാണ്, സമ്മാനം ലഭിക്കുകയാണ്, ലക്ഷങ്ങൾ കരസ്ഥമാക്കുകയാണ്. എത്ര വലിയ നിന്ദതയാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഖുർആനിനോട്. അവർ ഖുർആൻ ഓതി അതിന്റെ നല്ല തജ്വീദോട് കൂടി ഓതി മഖ്റജിലൊക്കെ വൃത്തിയായി ഓതി അവർക്ക് സമ്മാനമൊക്കെ ലഭിക്കുന്നുണ്ട്. ഇപ്പുറത്ത് വന്നിട്ട് എന്താണ്, അള്ളാഹു അല്ലാത്ത ആളുകളോട് വിളിച്ചു പ്രാർത്ഥിക്കാൻ ഖുർആനിലുണ്ട്. നഊദു ബില്ലാഹ്. ഖുർആൻ എന്തൊരു കാര്യത്തിന് വേണ്ടിയിട്ടാണോ ഇറക്കിയിട്ടുള്ളത് അതിന് നേർവിരുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സഹോദരങ്ങളെ, നമ്മുടെയൊക്കെ അവസ്ഥ ഇതിൽ നിന്ന് ഭിന്നമല്ല. നമ്മൾ ചിലപ്പോൾ ശിർക്കിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടുണ്ടാകും, അൽഹംദുലില്ലാ. പക്ഷേ ഖുർആൻ വിലക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ടാകുന്നു, ജീവിതത്തിൽ വരുന്നുണ്ടാകും. ഖുർആൻ എന്ത് കാര്യത്തിൽ നിന്നാണോ വിലക്കുന്നത് അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ വരുന്നുണ്ടാകും. പക്ഷേ നമ്മൾ അതിനെക്കുറിച്ച് അറിയുന്നില്ല, ചിന്തിക്കുന്നില്ല, പഠിക്കുന്നില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, വളരെ വലിയ ഗൗരവത്തിൽ നമ്മൾ കണക്കാക്കേണ്ട ഒരു കാര്യമാണ് ഖുർആൻ പഠിക്കാൻ. എൻ്റെ ജീവിതത്തിന് അതിനുവേണ്ടി ഒരു സമയം ഞാൻ കണ്ടെത്തണം.
അതിനുവേണ്ടി സമയം കട്ടണം. അതിന് യാത്ര ചെയ്താണെങ്കിൽ പോലും യാതൊരു കുഴപ്പമില്ല. എന്തിനാണ് നമ്മുടെ മുൻഗാമികൾ ഇൽമു പഠിക്കാൻ വേണ്ടി യാത്ര ചെയ്തു പോയത്? അവർക്ക് പിൽക്കാലത്ത് അവർ ചിന്തിച്ചിട്ടാണ്, പിൽക്കാലത്ത് 1400 വർഷം കഴിഞ്ഞാൽ അവരുടെ പേരൊക്കെ ഇങ്ങനെ ഒരു വിഭാഗം ആളുകൾ വന്നിട്ട് ഇങ്ങനെ പുകഴ്ത്തി പറയും. അതാലോചിച്ചിട്ടായിരിക്കും അവർ പോയിട്ടുണ്ടാവുക? നഊദുബില്ല, ഒരിക്കലുമല്ല. അവർക്ക് ഈ ഒരു ലക്ഷ്യമാണ്, അള്ളാഹുവിന്റെ കലാം മനസ്സിലാക്കണം. ഹദീസുകൾ എന്തിനാണ് അവർ തേടിപ്പോയിട്ടുള്ളത്? അള്ളാഹുവിന്റെ കലാം മനസ്സിലാക്കാനാണ്. ഹദീസുകൾ എന്തിനു വേണ്ടിയിട്ടുണ്ട്? ഖുർആനിന്റെ വിശദീകരണമാണ് ഹദീസുകൾ എന്ന് പറയുന്നത്. ഇത് പഠിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ കിതാബ് ഖുർആനാണ്. ഹദീസുകൾ എന്ന് പറയുന്നത് ഖുർആനിന്റെ വിശദീകരണമാണ്. നമുക്കൊരു കിതാബാണുള്ളത്. ഹദീസ് അത് ഖുർആനിന്റെ വിശദീകരണമാണ്. ആ വിശദീകരണം മനസ്സിലാക്കാനാണ്, ഖുർആനിന് ശരിയായ രൂപത്തിൽ തിരിച്ചറിയാനാണ് ഹദീസിന് വേണ്ടി മുഹദ്ദിസീങ്ങൾ അവർ കിലോമീറ്ററുകൾ, മൈലുകൾ താണ്ടിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, ഖുർആൻ പഠിക്കാൻ യാത്ര ചെയ്യുകയാണെങ്കിൽ പോലും നമുക്ക് നഷ്ടമുള്ള കാര്യമല്ല. അതിന് ലക്ഷങ്ങൾ നമ്മൾ ചെലവഴിച്ചാൽ പോലും യാതൊരു നഷ്ടവുമുള്ള കാര്യമല്ല. പരലോകത്ത് നമുക്കിത് മാത്രമാണ് കൂട്ടായി ഉണ്ടാവുക എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കണം. രണ്ടാമതായി അദ്ദേഹം പറയുന്നത് അസ്സബബു സാനി, അദ്ദേഹം രണ്ടാമത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കാനുള്ള കാര്യമായി പറയുന്നത് അത്തഖറുബു ഇലല്ലാഹി ബിന്നവാഫിൽ ബഅദൽ ഫറായിദ്. ഫർളിന് പുറമെ സാധിക്കുന്ന അത്ര സുന്നത്തുകൾ നമ്മൾ ചെയ്യുക എന്നുള്ളതാണ്. കാരണം സുന്നത്തുകൾ ധാരാളമായി ചെയ്തു കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഇഷ്ടപ്പെടും. ഫർളുകൾ ചെയ്യുന്ന ആളുകൾ അല്ലാഹു ഇഷ്ടപ്പെടും. എന്നാൽ ഫർളിന് പുറമെ കൂടുതൽ സുന്നത്തുകൾ നമ്മൾ ചെയ്താൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഇഷ്ടപ്പെടും. ഖുദ്സിയായ ഒരു ഹദീസിൽ കാണാൻ സാധിക്കും. ഖുദ്സിയായ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നതായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം, മൻ ആദാ ലി വലിയൻ ഫഖദ് ആദൻതുഹു ബിൽ ഹർബ്. ആരാണോ എൻ്റെ വലിയനോട് ശത്രുത പ്രഖ്യാപിച്ചിട്ടുള്ളത്, ഫഖദ് ആദൻതുഹു ബിൽ ഹർബ്, അവനോട് ഞാൻ യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വലിയന്റെ പ്രത്യേകതയെക്കുറിച്ച്, പ്രാധാന്യത്തെക്കുറിച്ച് അല്ലാഹു തആല ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹുവിന്റെ വലിയനെ റബ്ബ് സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്നവരാണ്. ആ വലിയന്റെ ഫദ്ലാണ് ആദ്യം പറഞ്ഞത്. ആരാണോ അല്ലാഹുവിന്റെ വലിയോട്, അല്ലാഹുവായിട്ട് അടുത്ത് നിൽക്കുന്ന ആളുകളോട് ആരാണ് ശത്രുത പ്രഖ്യാപിക്കുന്നത്, അവനോട് ഞാൻ യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നു. ഇനി ആ വലിയ എങ്ങനെയാണ് ആയിത്തീർന്നത്? എങ്ങനെയാണ് ഒരാൾക്ക് അള്ളാഹുവിന്റെ സാമീപ്യം ലഭിച്ചിട്ടുള്ളത്? ഹദീസിന്റെ വാക്യതാണ്, വമാ തഖറബ ഇലയ്യ അബ്ദി ബിശൈഇൻ അഹബ്ബ ഇലയ്യ മിമ്മ ഇഫ്തറത്തു അലൈഹി. എൻ്റെ അടിമ ഒരിക്കലും എൻ്റെ അടുക്കലേക്ക് വരാൻ സാധിക്കുകയില്ല, എങ്ങനെയല്ലാതെ അവൻ മിമ്മ ഇഫ്തറത്തു അലൈഹി, ഞാൻ അവന് ഫർളാക്കിയ കാര്യങ്ങൾ ചെയ്തിട്ടല്ലാതെ. അള്ളാഹുവിന്റെ വലിയും പിശാചിന്റെ വലിയും വേർതിരിച്ച് മനസ്സിലാക്കാൻ പറ്റുന്ന ഒന്നാമത്തെ കാര്യം ഇത് തന്നെയാണ്. അള്ളാഹുവിന്റെ വലികൾ അള്ളാഹു നിർബന്ധമാക്കിയ മുഴുവൻ കാര്യങ്ങളും ചെയ്യുന്നവരായിരിക്കും. അള്ളാഹു നിർബന്ധമാക്കിയ കാര്യങ്ങൾ ചെയ്യാത്തവർ അള്ളാഹുവിന്റെ വലിയല്ല. നിസ്കരിക്കാത്തവർ അള്ളാഹുവിന്റെ വലിയല്ല. നോമ്പെടുക്കാത്തവർ അള്ളാഹുവിന്റെ വലിയല്ല. സഹോദരങ്ങളെ, അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാൻ, ഞാൻ ഫർളാക്കിയ കാര്യങ്ങൾ ചെയ്യുക വഴിയല്ലാതെ ഒരാൾക്കും എൻ്റെ അടുക്കലേക്ക് സാമീപ്യം ഉണ്ടാകാൻ സാധിക്കുകയില്ല. യഥാർത്ഥ വലിയനെ മനസ്സിലാക്കാൻ ഒന്നാമത്തെ കാര്യമാണിത്. വലിയകൾ അള്ളാഹു ഫർളാക്കിയ മുഴുവൻ കാര്യങ്ങൾ ചെയ്യും. അള്ളാഹു ഫർളാക്കിയതാണ് 5 നേരത്തെ നിസ്കാരം. അള്ളാഹു ഫർളാക്കിയതാണ് സക്കാത്ത്, സൗമ്, സിയാം, ഹജ്ജ്. അല്ല, അള്ളാഹു ഫർളാക്കിയ കാര്യമാണ് ഹറാമുകൾ ഉപേക്ഷിക്കുക. ഹറാമുകൾ ഉപേക്ഷിക്കുക എന്നത് ഫർളാണ്. വാജിബും ഫർളും ഒക്കെ സഹോദരങ്ങളെ കൃത്യമായി ചെയ്യുകയും ഹറാമുകളിൽ നിന്ന് വിട്ടുനിൽക്കുകയും ചെയ്യുന്ന ആളുകളല്ലാതെ അള്ളാഹുവിന്റെ വലിയകളായി തീരുകയില്ല. സഹോദരങ്ങളെ, രണ്ടാമത്തെ കാര്യമായി അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഫർദിന് പുറമെ സുന്നത്തുകൾ വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. ഈ ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും, ഖുദ്സിയായ ഹദീസിൽ ഒരടിമക്ക് അള്ളാഹു തആലയുമായി അടുക്കാൻ സാധിക്കുന്നത് അള്ളാഹു ഫർളാക്കിയ കാര്യങ്ങൾ ചെയ്തുകൊണ്ടല്ലാതെ സാധിക്കുകയില്ല എന്നാണ്. അതാണ് അടിസ്ഥാനം. എന്നിട്ട് പറയുന്നു, വമാ യസാലു അബ്ദി യതഖറബു ഇലയ്യ ബിന്നവാഫിൽ ഹത്താ ഉഹിബ്ബഹ്. അങ്ങനെ ഒരു അടിമ ഫർദിന് പുറമെ സുന്നത്തുകൾ ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കും. എത്രത്തോളം? ഹത്താ ഉഹിബ്ബഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് പ്രത്യേകമായി ഇഷ്ടപ്പെടുന്ന ഒരു പദവി അവന് ലഭിക്കുന്നത് വരെ എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുദ്സിയായ ഹദീസിൽ പറയുന്നത്. സഹോദരങ്ങളെ, ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഫർള് ചെയ്തവർ അള്ളാഹു ഇഷ്ടപ്പെടുകയില്ല എന്നല്ല. ഫർള് ചെയ്തവരാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ആദ്യം ഇഷ്ടപ്പെടുന്നത്. പക്ഷേ അതിനു പുറമെ സുന്നത്തുകൾ ഒരാൾ വർദ്ധിപ്പിച്ചുകൊണ്ടേയിരുന്നാൽ അള്ളാഹുവിന്റെ മഹബത്ത്, സ്നേഹം ലഭിക്കുന്ന ഒരു കാര്യം അവൻ ഉണ്ടായിരിക്കുന്നതാണ് എന്നാണ്. ആ അവസ്ഥയിലേക്ക് എത്തിയാൽ പിന്നീട് എന്താണ് അവൻ ലഭിക്കുന്നത്? അള്ളാഹുവിന്റെ വലിയായി തീർന്നാൽ റബ്ബ് സുബ്ഹാനഹു വ തആല അവർക്ക് നൽകുന്ന നേട്ടം എന്താണ്? റബ്ബ് സുബ്ഹാനഹു വ തആല പറയുന്നു, ഫഇദാ അഹ്ബബ്തുഹു, അങ്ങനെ ഞാൻ അവൻ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ കുന്തു സമഅഹു അല്ലദീ യസ്മഉ ബിഹി, പിന്നീട് അവൻ കേൾക്കുന്ന കേൾവി ഞാനായിരിക്കും. വബസറഹു അല്ലദീ യുബ്സിറു ബിഹി, അവൻ കാണുന്ന കാഴ്ച ഞാനായിരിക്കും. വയദഹു അല്ലതീ യബ്തിഷു ബിഹാ, അവൻ സ്പർശിക്കുന്ന കൈ, പിടിക്കുന്ന കൈ അത് ഞാൻ തന്നെയായിരിക്കും. വരിജ്ലഹു അല്ലതീ യംശി ബിഹാ, അവൻ നടക്കുന്ന കാലത്ത് ഞാൻ തന്നെയായിരിക്കും. വഇൻ സഅലനി ലഉതിയന്നഹു, അവൻ എന്നോട് ചോദിച്ചാൽ ഞാൻ അവൻ നൽകുക തന്നെ ചെയ്യും. വലഇൻ ഇസ്തആദനി ലഉഈദന്നഹു, അവൻ എന്നോട് രക്ഷ തേടിയാൽ ഞാൻ അവന് രക്ഷ നൽകുക തന്നെ ചെയ്യും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാം. എന്താണ് സഹോദരങ്ങൾ ഈ പറഞ്ഞതിന്റെ ആശയം? പണ്ഡിതന്മാർ പറയുന്നത്,
തെറ്റുകളിൽ നിന്നും റബ്ബ് സുബ്ഹാനഹു വ തആല അവനെ സംരക്ഷിക്കുമെന്നുള്ളതാണ്. കുന്തു സമഅഹു അല്ലദി യസ്മഉ ബിഹി എന്ന് പറഞ്ഞാൽ അവന്റെ കേൾവി അള്ളാഹുവിന്റെ തൃപ്തിയുള്ള കാര്യങ്ങൾ മാത്രമായിരിക്കും. വബസറഹു അല്ലദി യുബ്സിറു ബിഹി, അവന്റെ കാഴ്ച അള്ളാഹു ഇഷ്ടപ്പെടുന്ന കാര്യം മാത്രമായിരിക്കും. ഹറാമുകൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അതിൽ നിന്നും അവന് സംരക്ഷണം നൽകുന്നതാണ്. വയദഹു അല്ലതി യബ്തിഷു ബിഹാ, അവൻ കൈകൊണ്ട് സ്പർശിക്കുന്നതെല്ലാം ഹലാല് മാത്രം, അള്ളാഹുവിന്റെ തൃപ്തിയുള്ളത് മാത്രം, ഹറാമിലേക്കില്ല. വരിജ്ലഹു അല്ലതി യംശി ബിഹാ, അവൻ നടന്നെടുക്കുന്നത് മുഴുവനും അള്ളാഹുവിന്റെ തൃപ്തിയിലേക്ക് മാത്രം, ഹറാമുകളിലേക്കില്ല. ചില ആളുകളെങ്കിലും വലിയ ഈ ഹദീസിനെ എന്ത് ചെയ്യാറുണ്ട്? അവരുടെ വഹ്ദത്തുൽ വുജൂദിന്, എല്ലാം ഒന്നാണ്, അള്ളാഹുവും വലിയും ഒക്കെ ഒന്നാണ്, അടിമയും ഉടമയും ഒന്നാകും, അടിമയും ഉടമയും അങ്ങനെയില്ല, എല്ലാം ഒന്നാണ് എന്ന് പറയാൻ ഈ ഹദീസ് തെളിവാക്കാറുണ്ട്. കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ കണ്ണാകും, കേൾവിയാകും, കാലാകും, കൈയാകും എന്ന് പറഞ്ഞാൽ അവൻ അള്ളാഹുവായി തീരും. നഊദു ബില്ലാഹ്, കുഫർ അവർ പറയാറുണ്ട്. അങ്ങനെ എല്ലാം ഒന്ന് തന്നെ എന്ന് അവർ പറയും. അങ്ങനെ ഒരു പരിധി എത്തിക്കഴിഞ്ഞാൽ പിന്നെ അനല്ലാ എന്ന് ഞാൻ പറയുമെന്നാണ്, ഞാനാണ് അള്ളാഹ് എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് എത്തുമെന്നാണ് പറയുന്നത്. അങ്ങനെ ഞാൻ കേട്ടിട്ടുണ്ട് എന്ന് പറയുന്ന ആളുകൾ നമുക്ക് കാണാൻ സാധിക്കും. സഹോദരങ്ങളെ, അങ്ങനെ ഈ ഹദീസിൽ അർത്ഥമില്ല. കാരണം ഇതിന്റെ അവസാനത്തിൽ പറയുന്നത് അവൻ എന്നോട് ചോദിച്ചാൽ ഞാൻ നൽകുമെന്നാണ്. എങ്ങനെ എല്ലാം ഒന്നാണെങ്കിൽ പിന്നെന്തിനാണ് അള്ളാഹിനോട് ചോദിക്കുന്നത്? ഈ വലി എന്താണ് ചെയ്യുന്നത്? അവൻ അള്ളാഹുവിനോട് ചോദിക്കും. വലിയിന് കിട്ടുന്ന മറ്റൊരു ശ്രേഷ്ഠതയാണത്. തിന്മകളിൽ നിന്നുള്ള ഈ സുരക്ഷ റബ്ബ് സുബ്ഹാനഹു വ തആല നൽകുന്നത് പോലെ തന്നെ അള്ളാഹിനോട് ചോദിച്ചാൽ അള്ളാഹു നൽകും. അപ്പൊ അവിടെ സായിലും മസ്ഊലും ഉണ്ട്, ചോദിക്കുന്നവനും ചോദിക്കപ്പെടുന്നവനും ഉണ്ട്. ചോദിക്കുന്നവൻ ഈ വലിയ, ചോദിക്കപ്പെടുന്നവൻ അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ്. അള്ളാഹു ആണ് പറയുന്നത്, അവൻ എന്നോട് ചോദിച്ചാൽ ഞാൻ നൽകും. അപ്പോഴും അവൻ എന്നോടാണ് ചോദിക്കേണ്ടത്, അവൻ എന്റെ അടിമയാണ്. അതല്ലാതെ അവനോട് ആളുകൾ ചോദിക്കുക എന്നുള്ളതല്ല. ഒരാൾ വലിയുടെ പദവിയിലേക്ക് എത്തിയാൽ പിന്നെ ആളുകൾ വന്ന് ഇവനോട് ചോദിക്കുക എന്നുള്ളതല്ല. ഈ വലിയ തന്നെ എന്താണ് ചെയ്യേണ്ടത്? ഈ വലിയ തന്നെ അവൻ എന്നോട് ചോദിക്കണം, അപ്പോൾ ഞാൻ അവനിക്ക് നൽകുമെന്നാണ്. അവൻ എന്നോട് രക്ഷ തേടിയാൽ ഞാൻ അവന് രക്ഷ നൽകും. അപ്പോൾ രക്ഷ ചോദിക്കുന്നവനും ചോദിക്കപ്പെടുന്നവനുമുണ്ട്, ഉത്തരങ്ങൾ നൽകുന്നവനും ചോദിക്കുന്നവനുമുണ്ട്. ഈ ഹദീസിന്റെ അവസാനത്തിൽ തന്നെ അതിന് മറുപടിയുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇത് നമ്മൾ വളരെ കൃത്യമായി മനസ്സിലാക്കേണ്ട കാര്യം, നമ്മുടെ വിഷയം സുന്നത്തുകൾ വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. ഫർദിന് പുറമെ ധാരാളമായി സുന്നത്തുകൾ വർദ്ധിപ്പിക്കുക. അങ്ങനെ സൽക്കർമ്മങ്ങൾ ചെയ്യുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമ്മുടെ മനസ്സിനുണ്ടാകുന്ന ടെൻഷനുകളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഇല്ലാതായി തീരുന്നത്. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹം പറയാൻ, വഇന്നമാ തഹ്സുൽ ഹുമൂം വൽ ഗുമൂം വൽ അഹ്സാൻ മിൻ ജിഹതൈൻ, തീർച്ചയായും ഒരാൾക്ക് ടെൻഷനുകളും ദുഃഖങ്ങളും വ്യാധികളും ഒക്കെ ആകുലതകളും ഒക്കെ വരുന്നത് രണ്ട് കാര്യത്തിലൂടെയാണ്. അഹദുഹുമാ അർറഗ്ബതു ഫിദ്ദുനിയ വൽ ഹിർസു അലൈഹ, ദുനിയാവിനോടുള്ള അതിയായ താല്പര്യം കാരണത്താലാണ് എപ്പോഴും ടെൻഷൻ വരുന്നത്. ദുനിയാവ് ചിന്തിക്കുമ്പോഴാണ് ടെൻഷൻ ഇങ്ങനെ കയറിക്കൊണ്ടേയിരിക്കുന്നത്, സമാധാനം ഇല്ലാതായി തീരുന്നത്. ദുനിയാവിനെ കുറിച്ച് അങ്ങനെ അമിതമായ ചിന്തകളിൽ ഒരാൾ മുഴുകുമ്പോഴാണ്. അത് ഒന്നാമത്തെ കാര്യം. വസ്സാനി അത്തഖ്സീറു ഫി അമാലിൽ ബിർരി വത്ത്വാഅ, സൽക്കർമ്മങ്ങളിൽ നിന്ന് ഒരാൾ കുറഞ്ഞിരിക്കുമ്പോഴാണ്. ഒന്നും ചെയ്യാതെ സൽക്കർമ്മങ്ങളിൽ നിന്ന് വിട്ടുനിന്ന് കഴിഞ്ഞാൽ ടെൻഷൻ വരും. പക്ഷെ ആളുകൾക്ക് പലപ്പോഴും തിരിച്ചറിയാറില്ല. നല്ല ടെൻഷൻ ആയി കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഖുർആൻ ഓതാൻ പറഞ്ഞാൽ, അല്ലെങ്കിൽ കൂടുതൽ മസ്ജിദിലേക്ക് നിസ്കരിക്കാവുന്ന ആളുകളില്ല, ഞാൻ ടെൻഷൻ ഒന്നും ചെയ്യില്ല എന്നാണ് പറഞ്ഞത്. യഥാർത്ഥത്തിൽ അവന്റെ ചികിത്സയെ കുറിച്ച് മനസ്സിലാക്കുന്നില്ല. അവൻ രോഗം പിന്നീട് കൂടുതൽ രോഗത്തിലേക്ക് എത്തുന്ന കാര്യമാണ് ചെയ്യുന്നത്. ഒരാൾക്ക് പ്രയാസവും ബുദ്ധിമുട്ടും ഉണ്ടായാൽ സഹോദരങ്ങളെ എന്താണ് ചെയ്യേണ്ടത്? അവൻ കൂടുതൽ അള്ളാഹുലേക്ക് അടുക്കാനാണ് ശ്രമിക്കേണ്ടത്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എന്തെങ്കിലുമൊക്കെ പ്രയാസം, മനസ്സിൽ ഞെരുക്കം വന്നാൽ ഉടനെ അവിടുന്ന് വുളു എടുത്ത് നിസ്കരിക്കുമായിരുന്നു എന്ന് കാണാൻ സാധിക്കും. കാരണം നിസ്കാരത്തിലൂടെയാണ് ഒരാൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ സഹായം ലഭിക്കുക. വസ്തഈനു ബിസ്സബ്രി വസ്സലാ, നിങ്ങൾ ക്ഷമ കൊണ്ടും നിസ്കാരം കൊണ്ടും അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ സഹായം തേടുക എന്നാണ് റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ഈ സുന്നത്തുകൾ വർദ്ധിപ്പിക്കുന്ന ഒരാൾക്ക് മാനസികമായ ടെൻഷനുകളും പിരിമുറുക്കങ്ങളും ഇല്ലാതായി തീരുന്നതാണ്. പലപ്പോഴും ആളുകൾ ഇന്ന് നേരിടുന്ന, ചെറുപ്പക്കാർ മുതൽ നേരിടുന്ന വലിയൊരു ബുദ്ധിമുട്ടാണ് ഇങ്ങനെ ടെൻഷനുകൾ, ചിന്തിച്ച് പ്രയാസങ്ങൾ, അതിൽ മനം നൊന്ത് ജീവനൊടുക്കുന്ന ആളുകൾ പോലുമുണ്ട്. യഥാർത്ഥത്തിൽ അതിന് പരിഹാരം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനിലുള്ള ഇബാദത്തുകൾ അവൻ വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. സുന്നത്തായ കാര്യങ്ങൾ വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞല്ലോ, മൻ അമില സാലിഹൻ മിൻ ദക്രിൻ ഔ ഉൻസാ, മനുഷ്യരാണാകട്ടെ പെണ്ണാകട്ടെ സൽക്കർമ്മങ്ങൾ ചെയ്താൽ വഹുവ മുഅ്മിനുൻ, ചെയ്യുമ്പോൾ വിശ്വാസം അത് നിർബന്ധം. വിശ്വാസം ഇല്ലാതെ അമലുകളൊന്നും സ്വീകരിക്കുകയില്ല. വിശ്വസിച്ചുകൊണ്ട് യഥാർത്ഥ ഈമാനോടുകൂടി സൽക്കർമ്മങ്ങൾ ചെയ്യണം. ബിദ്അത്തുകൾ ചെയ്തിട്ട് കാര്യമില്ല. സാലിഹായ അമൽ എന്ന് പറഞ്ഞാൽ അത് സൽക്കർമ്മങ്ങളാണ്, അത് ബിദ്അത്തുകൾ അതിൽ ഉൾപ്പെടുകയില്ല. അങ്ങനെ ഒരാൾ ചെയ്താൽ ഫലനുഹ്യിയന്നഹു ഹയാതൻ ത്വയ്യിബ, അവന് ഞാൻ വിശിഷ്ടമായ ജീവിതം നൽകുക തന്നെ ചെയ്യും. വലനജ്സിയന്നഹും അജ്റഹും ബിഅഹ്സനി മാ കാനൂ യഅമലൂൻ, അവൻ ചെയ്ത സൽക്കർമ്മങ്ങൾക്ക് ഏറ്റവും നന്നായ പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല
അത് പകരമായി നൽകും എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഫർദിന് പുറമെ സുന്നത്തുകൾ നമ്മൾ ധാരാളമായി ചെയ്യുക എന്നുള്ളതാണ് സഹോദരങ്ങളെ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഇഷ്ടപ്പെടാനുള്ള കാരണം. അതുകൊണ്ട് ആ കാര്യം നമ്മൾ എപ്പോഴും ചിന്തിക്കുക. സാധിക്കുന്ന അത്ര സുന്നത്തുകൾ നമ്മൾ ചെയ്യുക. നമ്മൾ വെറുതെ അനാവശ്യമായി ഒരുപാട് സമയങ്ങൾ പാഴാക്കുന്ന ആളുകളാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ നമ്മൾ ചിന്തിക്കുക, നമ്മൾ ഈ പറയുന്ന അള്ളാഹുവിൻ്റെ ഇഷ്ടം നേടാനുള്ള കാര്യങ്ങളിലാണോ നമ്മൾ സമയം ചെലവഴിക്കുന്നത്? അതല്ല, യാതൊരു ആവശ്യവുമില്ലാത്ത, ഒരു നിലക്ക് ദുനിയാവിൽ പോലും ഉപകാരമില്ലാത്ത സംസാരങ്ങളിലാണോ നമ്മുടെ സമയം ചെലവഴിക്കുന്നത്? നമ്മൾ ചിന്തിക്കേണ്ടതാണ്. നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ്, നമ്മൾ എന്തിനാണ് നമ്മുടെ ജീവിതത്തിന്റെ സമയം അധികവും ചെലവഴിക്കുന്നത്? എന്താണ് നമ്മുടെ എപ്പോഴുമുള്ള ചർച്ച? എന്താണ്? എന്തിനെ കുറിച്ചാണ് നമ്മുടെ ചർച്ചകൾ? നമ്മുടെ ഗ്രൂപ്പുകളിലെ ചർച്ചകൾ എന്താണ്? അങ്ങാടികളിലെ ചർച്ചകൾ എന്താണ്? നമ്മൾ ഇരിക്കുന്നിടത്തും കൂടുന്നിടത്തുമുള്ള ചർച്ചകൾ എന്താണ്? അനാവശ്യമായ ചർച്ചകളാണോ? നമ്മൾ ചെലവഴിക്കുന്ന സമയങ്ങൾ അത് വെറുതെ ആയി തീരുകയാണോ? സഹോദരൻ, മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം എല്ലാത്തിനും ഒരു നീയത്ത് വേണ്ടതുണ്ട്. അവൻ ചെയ്യുന്ന കാര്യങ്ങൾക്ക് നല്ല നീയത്ത് വേണ്ടതുണ്ട്. അങ്ങനെ ഒരു നല്ല നീയത്ത് വെക്കാൻ പറ്റിയ കാര്യങ്ങളിലൂടെ തന്നെയാണോ നമ്മുടെ സമയങ്ങളും മണിക്കൂറുകളും നമ്മൾ ചെലവഴിക്കുന്നത് എന്നെപ്പോഴും നമ്മൾ ചിന്തിക്കുകയും പുനരാലോചിക്കുകയും സംഭവിക്കുന്നത് തെറ്റാണെങ്കിൽ തിരുത്തുകയും ചെയ്യേണ്ടതുണ്ട്. മൂന്നാമത്തെ കാര്യമായി അദ്ദേഹം പറയുന്നത് കൂടി പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. അത് ദവാമു ദിക്രിഹി അലാ കുല്ലി ഹാൽ. എല്ലാ നേരത്തും അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ചുള്ള ദിക്ർ ഉണ്ടായിരിക്കണമെന്നാണ്. ദിക്ർ സഹോദരങ്ങളെ, അതൊന്നാമതായി നമ്മുടെ കൽബിനാണ് വേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ചുള്ള ചിന്ത നമ്മുടെ കൽബിലുണ്ടാവണം. കൽബ് എപ്പോഴും അള്ളാഹുവിനെ കുറിച്ച് ചിന്തിക്കുന്ന കൽബായിരിക്കണം. രണ്ടത് നാവിലൂടെ നമ്മൾ പുറത്തു പറയണം. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഇഷ്ടപ്പെട്ട ഒരാൾക്ക് അല്ലാഹു തആലയെ പുകഴ്ത്താതിരിക്കാൻ സാധിക്കില്ല. നമ്മൾ അൽഹംദുലില്ലാ എന്ന് പറയുമ്പോൾ നമ്മുടെ കൽബിൽ ആദ്യം അള്ളാഹിനോടുള്ള സ്നേഹം ഉണ്ടായിരിക്കും. അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾക്ക് ചിന്തിച്ചിട്ടാണ് അൽഹംദുലില്ലാ എന്ന് നമ്മൾ പറയുന്നത്. അള്ളാഹുവിന്റെ മഹത്വത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോഴാണ് അല്ലാഹു അക്ബർ എന്ന് പറയുന്നത്. അള്ളാഹുവിന് യോജിക്കാത്തതായ ഒരു കാര്യവും അത് റബ്ബ് സുബ്ഹാനഹു വ തആലയ്ക്ക് ഇതൊന്നും യോജിക്കുകയില്ല. സുബ്ഹാനല്ലാഹ്, അള്ളാഹു എല്ലാത്തിൽ നിന്നും പരിശുദ്ധനാണ് എന്ന് നമ്മൾ പറയാൻ. അങ്ങനെയുള്ള ദിക്റുകൾ സഹോദരങ്ങളെ നമ്മളെപ്പോഴും അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ച് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കണം. ഇനി നമ്മുടെ അമലുകൾ കൊണ്ടുള്ള ദിക്റുണ്ട്. അമലുകൾ കൊണ്ടുള്ള ദിക്ർ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് തൃപ്തി ഉണ്ടാകുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യുക എന്നുള്ളതാണ്. അള്ളാഹിനെ ഓർക്കുന്നത് കൊണ്ടാണല്ലോ ഒരാൾ ഹറാമുകളിൽ നിന്ന് വിട്ടു നിൽക്കുന്നത്, വാജിബായ കാര്യങ്ങൾ ചെയ്യുന്നത്. അത് റബ്ബിന് ഉള്ള ദിക്ർ കൊണ്ടാണ്. അള്ളാഹിനെ കുറിച്ച് മറന്നു പോകുന്ന ആളുകളാണ് അതിൽ നിന്നെല്ലാം സഹോദരങ്ങളെ റബ്ബിന്റെ കൽപ്പനകളിൽ നിന്ന് മാറിപ്പോകുന്നത്. അതുകൊണ്ട് എല്ലാ മേഖലകളിലും നമ്മൾ അള്ളാഹു സുബ്ഹാനഹു വ തആലയെ ദിക്ർ ചെയ്തുകൊണ്ടേയിരിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതായി ഖുദ്സിയായ ഹദീസിൽ കാണാം, അന ഇൻദ ളന്നി അബ്ദി ബി. ഒരടിമ എന്നെ എങ്ങനെയാണോ ചിന്തിക്കുന്നത് അതുപോലെയാണ് ഞാൻ ഉണ്ടാവുക. വ അന മഅഹു ഇദാ ദക്കറനി. അവൻ എന്നെ ഓർത്തു കഴിഞ്ഞാൽ ഞാൻ അവനോടൊപ്പമുണ്ട്. ഫൈൻ ദക്കറനി ഫീ നഫ്സി ദക്കർതുഹു ഫീ നഫ്സി. അവൻ എന്നെ കുറിച്ച് അവന്റെ മനസ്സിൽ ചിന്തിച്ചാൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയും അടിമയെ കുറിച്ച് ചിന്തിക്കുന്നതാണ്. വഇൻ ദക്കറനി ഫീ മലഇൻ ദക്കർതുഹു ഫീ മലഇൻ ഖൈറും മിൻ. അവൻ ഏതെങ്കിലുമൊക്കെ ഒരു സന്നിധിയിൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ച് പറഞ്ഞാൽ അതിനേക്കാളും ഖൈറായ ഒരു സഭയിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ മുഖറബീങ്ങളായ മലായികത്തുകൾക്കിടയിൽ ഈ ആളുകളെ കുറിച്ച് പറയും. വഇദാ തഖറബ ഇലയ്യ ബിശിബ്രിൻ തഖറബ്തു ഇലയ്യ ദിറാഅൻ. അവനൊരു ചാണാണ് എന്നോട് അടുത്തതെങ്കിൽ ഞാൻ അവനോട് ഒരു മുഴമെടുക്കുന്നതായിരിക്കും. വഇൻ അതാനി യംശി അതൈതുഹു ഹർവല. അവൻ നടന്നാണ് എന്നോട് അടുക്കുന്നതെങ്കിൽ ഓടി ഞാൻ അവനോട് അടുക്കും എന്നാണ് പറയുന്നത്. സഹോദരങ്ങളെ, ഇതിൽ നിന്ന് മനസ്സിലാക്കുന്ന കാര്യം അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ദിക്ർ ചെയ്താൽ ലഭിക്കുന്ന ഫായിദകളിൽപ്പെട്ട പ്രധാനപ്പെട്ട കാര്യം അല്ലാഹു തആലയും നമ്മെ കുറിച്ച് ചിന്തിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഇഷ്ടപ്പെടും. അല്ലാഹുവിനെ ഇഷ്ടപ്പെടാനുള്ള പ്രധാനപ്പെട്ട കാര്യം അല്ലാഹുവിനെ പോലും ദിക്ർ ചെയ്യുക എന്നുള്ളതാണ്. ഫദ്കുറൂനി അസ്കുർക്കും. നിങ്ങൾ എന്നെ ദിക്ർ ചെയ്താൽ ഞാൻ നിങ്ങളെയും ദിക്ർ ചെയ്യുന്നതാണ്. വഷ്കുറൂലി വലാ തക്ഫുറൂൻ. നിങ്ങൾ എനിക്ക് നന്ദി കാണിക്കണം, നിങ്ങൾ നന്ദി കേട് കാണിക്കാൻ പാടില്ല. വദ്ദാകിരീന അല്ലാഹ കസീറൻ വദ്ദാകിറാത്ത്. അള്ളാഹുവിനെ ധാരാളമായി ഓർക്കുന്ന ആണാകട്ടെ പെണ്ണാകട്ടെ അഅദ്ദല്ലാഹു ലഹും മഗ്ഫിറതൻ വഅജ്റൻ അളീമ. അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പാപമോചനവും മഹത്തരമായ പ്രതിഫലവും ഒരുക്കിയിട്ടുണ്ട് എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല പറയാൻ. ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് പറയാൻ, ഇന്ന ദവാമ ദിക്രി റബ്ബി തബാറക വ തആല യൂജിബുൽ അമാൻ മിൻ നിസ്യാനിഹി അല്ലദി ഹുവ സബബു ശഖാഇൽ അബ്ദി ഫി മആശിഹി വ മആദിഹി. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ധാരാളമായി ദിക്ർ ചെയ്താൽ ലഭിക്കുന്ന പ്രധാനപ്പെട്ട ഒരു നേട്ടമാണ് അദ്ദേഹം പറയുന്നത്. അതെന്തിനെ നിർബന്ധമാക്കുന്നതാണ്? നമ്മൾ നമ്മെക്കുറിച്ച് തന്നെ മറന്നുപോകുന്ന ഒരവസ്ഥയുണ്ട്. നമ്മളെക്കുറിച്ച് മറന്നുപോകുന്ന ഒരവസ്ഥയുണ്ട്. അതിനേക്കാളും ദൗർഭാഗ്യകരമായ ഒരു അവസ്ഥയും ഒരാളുടെ ജീവിതത്തിലില്ല. അതിൽ നിന്നും ഒരാൾക്ക് സംരക്ഷണം ലഭിക്കുക എന്നുള്ളതാണ്. ഫൈന നിസ്യാന റബ്ബി അസ്സ വജൽ യൂജിബു നിസ്യാന നഫ്സിഹി വ മസാലിഹി. അല്ലാഹുവിനെ കുറിച്ച് ഒരാൾ മറന്നു കഴിഞ്ഞാൽ അവൻ എന്താണ് ചെയ്യേണ്ടത്, നന്മകൾ എന്താണ്, ഉപകാരങ്ങൾ എന്താണ്, അതൊക്കെ അവൻ മറന്നുപോകും. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, വലാ തകൂനു കല്ലദീന നസുല്ലാഹ്. നിങ്ങൾ അല്ലാഹുവിനെ മറന്ന ഒരു വിഭാഗത്തെ പോലെ ആകരുത്. ഫൻസാഹും അൻഫുസഹും. നിങ്ങൾ അല്ലാഹുവിനെ മറന്നാൽ അല്ലാഹു നിങ്ങളെ തന്നെ മറപ്പിക്കുന്നതായിരിക്കും.
ഉലൈക ഹുമുൽ ഫാസിഖൂൻ, അവരാണ് തെമ്മാടികളെന്ന് അല്ലാഹു തആല പറയാണ്. അപ്പൊ അല്ലാഹു തആലയെ ഒരാൾ മറന്നു കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ എന്തിനാണ് ജീവിക്കുന്നത്, നമ്മുടെ ജീവിതം എന്തിനാണ്, നമ്മൾ തന്നെ മറന്നു. അള്ളാഹിനെ കുറിച്ച് ചിന്തിക്കാതിരുന്നാൽ, ദിക്റില്ലാതിരുന്നാൽ നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യമെന്ത് എന്ന് മറന്നുപോയി എങ്ങനെയോ ഉള്ള ജീവിതമായി തീരും. അങ്ങനെ ആവാതിരിക്കാൻ അള്ളാഹുവിനെ കുറിച്ച് ചിന്തിക്കണം. അപ്പൊ അള്ളാഹു എപ്പോഴും നിങ്ങൾക്ക് ഓർമ്മപ്പെടുത്തി തരും നിങ്ങളുടെ ജീവിതം എന്തിനാണ്, എന്താണ് നിങ്ങളുടെ ജീവിതത്തിന്റെ ലക്ഷ്യം, എന്താണ് നീ ചെയ്യേണ്ടത്, നിന്റെ ദൗത്യം എന്താണ്, പ്രധാനപ്പെട്ട ചിന്ത എന്താണ്. ഇത് റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ ഓർമ്മപ്പെടുത്തുന്നതായിരിക്കും. അങ്ങനെ ഓർമ്മപ്പെടുത്താത്ത ആളുകളാണ് ഉലൈക ഹുമുൽ ഫാസിഖൂൻ, അവർ തെമ്മാടികളാണെന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല ആക്ഷേപിച്ചു പറഞ്ഞു. അതുകൊണ്ട് അള്ളാഹുവിനെ കുറിച്ച് ചിന്തിക്കുക. അല്ലദീന ആമനു വതത്മഇന്നു ഖുലൂബുഹും ബിദിക്രില്ലാഹ്, വിശ്വാസം സ്വീകരിക്കുകയും അള്ളാഹു സുബ്ഹാനഹു വ തആലയെ കൃത്യമായി ദിക്ർ ചെയ്യുകയും ചെയ്യുന്ന ആളുകൾക്കാണ് ഹൃദയത്തിന് സമാധാനം ലഭിക്കുന്നത്. അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്, അറിയുക അള്ളാഹുവിനെ കുറിച്ച് ചിന്തിക്കുമ്പോഴാണ്, ദിക്ർ ചെയ്യുമ്പോഴാണ് ഹൃദയങ്ങൾക്ക് സമാധാനം അടയുന്നത് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മസലുൽ ലദീ യദ്കുറു റബ്ബഹ വല്ലദീ ലാ യദ്കുറു റബ്ബഹ മസലുൽ ഹയ്യി വൽ മയ്യിത്ത്, അള്ളാഹുവിനെ ഓർക്കുന്നവനും അള്ളാഹുവിനെ ഓർക്കാത്തൊരുവനും തമ്മിലുള്ള ഉപമ എന്ന് പറയുന്നത് ജീവിച്ചിരിക്കുന്നവന്റെയും മരിച്ചവന്റെയും ഉപമയാണ്. ഒരാൾ അള്ളാഹുവിനെ കുറിച്ച് ചിന്തിക്കുകയോ ദിക്ർ ചെയ്യുകയോ ചെയ്യുന്നില്ലെങ്കിൽ മരിച്ചതിന് തുല്യമാണ്. അവൻ ദുനിയാവിൽ ജീവിച്ചിരിക്കുന്നു എന്നല്ലാതെ അവൻ മരിച്ചതിന് തുല്യമാണ് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, 3 കാര്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്തത്. ഒന്നാമത്തെ കാര്യം, അള്ളാഹു സുബ്ഹാനഹു വ തആല കലാമായ ഖുർആൻ നമ്മൾ ധാരാളമായി പാരായണം ചെയ്യുക എന്നുള്ളതാണ്. അതിനെക്കുറിച്ച് ഉറ്റാലോചിക്കുക എന്നുള്ളതാണ്. അതിനെക്കുറിച്ച് ഉറ്റാലോചിച്ച് മനസ്സിലാക്കി കഴിഞ്ഞാൽ, അതിനുവേണ്ടി സമയം മെനക്കെട്ടാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്യുന്നതായിരിക്കും, നമ്മൾ ഇഷ്ടപ്പെടുന്നതായിരിക്കും. രണ്ടാമത് നമ്മൾ പറഞ്ഞത്, ഫർളിന് പുറമെ സാധിക്കുന്ന എത്ര സുന്നത്തുകൾ വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. ഇത് റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മൾ ഇഷ്ടപ്പെടാൻ കാരണമാകുന്ന കാര്യമാണ്. മൂന്നാമതായി പറഞ്ഞത്, സഹോദരങ്ങൾ, അള്ളാഹുവിനെ ധാരാളമായി ദിക്ർ ചെയ്യുക എന്നുള്ളതാണ്. അള്ളാഹുവിനെ ദിക്ർ ചെയ്യുന്നവരെ അള്ളാഹു ഓർക്കുന്നതാണ്, അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെ ഇഷ്ടപ്പെടുന്നതാണ് എന്നാണ്. സഹോദരങ്ങളെ, ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നാം ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ വളരെ ഗൗരവത്തിൽ പരിശ്രമിക്കേണ്ട കാര്യമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കതിനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു തആല പറ്റിപ്പോകുന്ന ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങൾ, പാപങ്ങൾ റബ്ബ് സുബ്ഹാനഹു വ തആല വിട്ടുപുറത്തു മാപ്പാക്കി നൽകുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലനാ ദുനൂബനാ കുല്ലഹ ദിഖഹ വജില്ലഹ സിർറഹ വഅലാനിയതഹ സഗീറഹ വകബീറഹ യാ അർഹമർ റഹീമീൻ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. والله تعالى أعلم، وصلى الله على نبينا محمد وعلى آله وصحبه وسلم.